പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാം. ഡൽഹിയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സഭയിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായൊരു സഭ നടത്തുന്ന കർത്താവിൻ്റെ ദാസനും ആ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയും നമുക്കൊന്ന് കരങ്ങളടിച്ച് അവരെ നമുക്ക് സഭയിലേക്ക് സ്വാഗതം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് കൈ ഉയർത്താവോ? ആരെങ്കിലും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചന സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെ വാക്യഭാഗങ്ങൾ നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി മാറുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിത്തറയില്ലാത്ത ഒന്നിനും നിലനിൽപ്പില്ല എന്ന് നമുക്കറിയുവാൻ കഴിയുമല്ലോ. മർക്കോസ് 2-ാം അധ്യായം 18 മുതൽ 22 വരെ വേദഭാഗങ്ങളാണ് നമ്മളിന്ന് വായിക്കുന്നത്, ധ്യാനിക്കുന്നത്. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ മക്കൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ചലിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ക്രിസ്ത്യാനിറ്റി അതിൻ്റെ അകത്ത് വികാരപരമായ തീരുമാനങ്ങളോ വികാരപരമായ നിലപാടുകളോ നമുക്കില്ല, പാടില്ല എന്നല്ല. വികാരത്തിൻ്റെ വേലിയേറ്റം കൊണ്ട് ഒരു തിരമാല സൃഷ്ടിക്കുന്ന ആത്മീക അനുഭൂതിയുടെ വക്താക്കളല്ല നമ്മളെങ്കിലും നമ്മൾ മനുഷ്യരായതുകൊണ്ട് വളരെ കോൺക്രീറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ ദൈവവചനത്തിനുള്ളതുകൊണ്ട് ദാവീദ് ദൈവത്തെ ആരാധിച്ചതുപോലെ നൃത്തം ചവിട്ടി ചിലപ്പോൾ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ആത്മാവിൽ പ്രേരണ നൽകുന്നു. അപ്പം അങ്ങനെ നൽകുന്നത് നമ്മുടെ വികാരത്തിൻ്റെ ഒരു പ്രകടനമായിട്ടല്ല, മറിച്ച് നമുക്ക് ദൈവത്തോടുള്ള ആ സ്ഥിരമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഞാൻ പറഞ്ഞത് നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും വേണം ആരാധിക്കാൻ. ജെനുവിനായ, കൺട്രോൾ ചെയ്യാത്ത, കേവലം ഒരു പാട്ടിൻ്റെ ഈണത്തേക്കാൾ കൂടുതൽ ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ളൊരു ആരാധന നമുക്ക് ജീവിതത്തിലെന്നും അനുഗ്രഹമാണ്. നമ്മളിന്നത് അനുഭവിക്കുകയായിരുന്നു. ഞാൻ വാസ്തവത്തിൽ ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ തുടരുവാൻ ഇപ്പോൾ പറ്റി നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ, മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ ഏകാഗ്രമായി സൂക്ഷിക്കാം. കാരണം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തങ്ങൾ ഏകാഗ്രചിത്തന്മാരായവരെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് തൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എലിയ പ്രവാചകന് ദൈവം 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു മഴ പെയ്യാൻ പോവുകയാണ് ഭൂതലത്തിലെന്ന് ദൈവം വാഗ്ദത്തം നൽകിയെങ്കിലും ആ വാഗ്ദത്തം കിട്ടുന്ന എലിയ പ്രവാചകനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മഴ പെയ്യിക്കുവോളം മലയുടെ മുകളിൽ പ്രാർത്ഥനാനിരതനായിരുന്നുവെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻ അൺഡിവൈഡഡ് അറ്റൻഷൻ ഈസ് നെസസറി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടും അത് ലഭിക്കാതെ പ്രാപിക്കാൻ കഴിയാതെ പോകുന്ന അനേകരെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ കാരണം, ഒരു പ്രവചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി നമ്മൾ ഈ ഭൂമിയിലൂടെ ഉഴന്നു നടക്കുകയാണ്. നമ്മുടെ ദേഹിയിൽ ഉഴലുകയാണ്. ആത്മാവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കുന്ന ദൈവം, സ്വർഗത്തിൽ നിന്ന് മഴ ഇറക്കുവാൻ കഴിയുന്ന ദൈവം, an ഓപ്പൺ ഹെവൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി തുറക്കാൻ കഴിയുന്ന ദൈവം, ശ്രദ്ധയോടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൊണ്ടുപോയാൽ ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം തന്നെയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ കൂടെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ വിതയ്ക്കുന്നതാണ് വരുന്ന നാളുകളിൽ നമ്മൾ കൊയ്യാൻ പോകുന്നത്. എന്തിനാ ബ്രദറെ ഇങ്ങനെയൊരു പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് അമേരിക്കയുടെ വിസയൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇതിനകത്തിരിക്കുന്ന ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അമേരിക്കൻ വിസ സംഘടിപ്പിക്കാൻ വേണ്ടി 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കണമെന്ന്. ഇത് വളരെ ഇൻറ്റൻഷനലാണ്. കാരണം ജീവിതത്തിൽ വളരെ കൃത്യതയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ ചുവടുവെപ്പുകൾ നടത്തിയില്ലെങ്കിൽ പരാജയമുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. തന്നെയല്ല, ഇന്നുകൾ വിതച്ചാൽ മാത്രമേ നാളെ കൊയ്യാൻ കഴിയൂ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം,
ഞാൻ ഈ ദൈവദാസിയെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നമ്മളെ ഈ 100കളിൽ നിന്ന് 1000ലേക്ക് ദൈവം വളർത്താൻ പോകുന്നതിൻ്റെ ഒരു അഭിഷേകവുമായിട്ട് കർത്താവിൻ്റെ ദാസനെ ഇവിടെ അയച്ചിരിക്കുകയാണെന്നാണ്. കർത്താവിൻ്റെ ദാസൻ്റെ പ്രസൻസ് അദ്ദേഹം പറയുന്നതിനിടയിൽ, ശുശ്രൂഷയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ലെവല് മാറ്റാൻ പോവുകയാണ് ദൈവം. അതുകൊണ്ട് അതിൻ്റെ ഒരു മുന്നോടിയായ ഒരു സൈൻ ദൈവം നമുക്ക് തരികയാണ്. നമ്മുടെ വളർച്ച സുനിശ്ചിതമാണ്. വളരെ കൃത്യമായ കാൽച്ചുവടുകളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തെറ്റിപ്പോകാത്ത സ്റ്റെപ്പുകൾ എടുക്കാൻ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും നമ്മൾ ആലോചന ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റിപ്പോയിട്ടില്ല ഇതുവരെ. നിങ്ങൾക്കറിയാം, നമ്മൾ ഉറച്ച ചുവടുവെപ്പുകളോടെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലങ്ങളിൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബിജി ബ്രദറിനോട് സംസാരിക്കുമ്പോൾ ബിജി ബ്രദർ പറഞ്ഞു, IMA ഹാളിൽ നിന്ന് നമ്മളെ ഇങ്ങോട്ട് മാറ്റിയത് നന്നായി എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ദൈവം അത്ഭുതകരമായൊരു വളർച്ച ദൈവം ഒരുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ നമുക്ക് കൂടുതലായി അനുഭവിക്കാൻ തക്കവണ്ണം. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ആത്മീയ മണ്ഡലത്തെക്കുറിച്ച് അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നത് കണ്ടു. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ഒബ്സർവേഷൻ്റെ അഭിഷേകം ദൈവം തരുമാറാകട്ടെ. അപ്പോൾ ദൈവദിനത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ആമുഖമായി ഞാൻ പറഞ്ഞു. എന്നോട് കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായ ആ പ്രാർത്ഥന തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ കുടുംബമായി വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസിയെയും നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നതിനെ ഓർത്ത് ഞാൻ അയച്ച ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത്, നിങ്ങളാരും എനിക്ക് ചെറിയവരോ കുറഞ്ഞവരോ അല്ല, നിങ്ങളെല്ലാവരും എനിക്ക് വിലപ്പെട്ടവരാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, നാളുകളായിട്ട് നമ്മളിവിടെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. എൻ്റെ നാമമോ ദേവസ്വമല്ലക്കർ സാറിൻ്റെ നാമമോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിടുതൽ നടക്കണമെങ്കിൽ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടേണ്ടതുണ്ട്. ഇന്ന് അവൻ്റെ നാമത്തെ ഉയർത്തിയ ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിവിടെ പേരുകളില്ലാതെ നിന്നാൽ മതി. പേരുകൾ ഉള്ളത് ഒരുവന് മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുവിന് മാത്രം. ഇവിടെ ആരുടെയും പേര് വിളിച്ച് ഒരിക്കലും ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്തെന്ന് വരില്ല. ഞാൻ ആ കർത്താവിൻ്റെ ദാസൻ്റെ പേര് ചോദിച്ചില്ല. ഒരുപാട് വേദനയും ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഞാനിന്ന് ആത്മാവിൽ കാണുന്നത് പോലെ ഇന്നും ആ വേദന തീർന്നിട്ടില്ല. അവിടെയും ഒരു ഡിവിഷൻ്റെയും മത്സരത്തിൻ്റെയും പലതരത്തിലുമുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലാണ് ഈ 1000 എന്ന് പറയുന്ന സംഖ്യ പറയുമ്പോഴും എനിക്കറിയാം അതിൻ്റെ നടുവിൽ ഒരുപാട് വേദനകളുടെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും അത്ഭുതകരമായി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറയുവാൻ തുടങ്ങുമ്പോഴാണ്. ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മ നദിയിൽ മുങ്ങുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യം അതായി തീരട്ടെ. ഒരു പുതിയ വീട് നിനക്കതിൻ്റെ കൂടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിച്ചാൽ അവയോടൊപ്പം ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് തരാമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോവുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ 3 ദിവസം ദൈവത്തിൻ്റെ സ്ഥലം ശക്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. നാളെ പ്രേമിന ഹാളിലാണ്, മറ്റന്നാൾ പ്രേമിന ഹാളിലാണ്. നമുക്ക് ഉപവാസത്തോടു കൂടെ ദൈവസേനയിൽ ഇരിക്കാം. കാരണം നമ്മുടെ ലെവല് ചേഞ്ച് ചെയ്തു തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അഭിഷേകം വളർന്നാലേ അഭിഷേകത്തിനൊത്ത് നമുക്ക് മനുഷ്യരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയും. എൻ്റെ വീട്ടിൽ ഈ അടുത്ത നാളിൽ കുറച്ച് പേര് ചെറിയ ഒരു ജോലിക്ക് വേണ്ടി വന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ നിറച്ച് ടൂൾസാണ്. ആ ടൂൾസ് കണ്ടപ്പോൾ ഞാൻ ഏതായാലും ഓട്ടോറിക്ഷയുടെ ചാർജ് ഞാൻ എടുത്ത് കൊടുത്തു. കാരണം ഇത് ഇത്രയും സാധനങ്ങളുമായിട്ട് ഇവർ വന്നിരിക്കുക ദൂരത്ത് നിന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോ ഉപകരണങ്ങളും എടുത്ത് പല കാര്യങ്ങൾ ചെയ്ത് ഒരു 2 ദിവസത്തെ ജോലിയുള്ളൂ. പക്ഷേ ഇതിനകത്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും കൂടെ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടാണ് ആ കാര്യം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ടൂളുകളില്ലാതെ പോയാൽ, നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ ഉപകരണങ്ങളില്ലാതെ പോയാൽ, ദൈവിക അഭിഷേകമില്ലാതെ പോയാൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ കഴിയില്ല. നമുക്കൊരു പാട്ട് പാടാൻ കഴിയും, ആത്മനിറവിൽ പാടാൻ കഴിയില്ല. അത് കേൾക്കുന്ന ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് പ്രസംഗിക്കാൻ കഴിയും, മനുഷ്യ ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്താൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ
ജീവിതത്തിൽ പുതുമകളെ അല്ലെങ്കിൽ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തക്കവണ്ണം റിസപ്റ്റീവായിട്ടുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാകണം. മാറ്റങ്ങളെ സ്വീകരിക്കാൻ, മാറ്റങ്ങൾ വരുമെന്നറിഞ്ഞാൽ മാറ്റങ്ങൾക്കൊത്തവണ്ണം നമുക്ക് നീങ്ങാൻ കഴിയണം. എന്താ മാറാൻ പോകുന്നത്? ആത്മമണ്ഡലത്തിൽ പുതിയ ആരാധനാ രീതികൾ കൊണ്ടുവരാൻ വേണ്ടിയല്ല, പുതിയൊരു ശൈലിയും പുതിയൊരു ആചാരവും കൊണ്ടുവരാൻ വേണ്ടിയല്ല, മറിച്ച് ആത്മാവിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്നതിനൊത്ത് മാത്രം യാത്ര ചെയ്യാൻ, പരിശുദ്ധാത്മാവിനോട് അലൈൻ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് സഹകരിച്ചാൽ നമ്മളെ ദൈവം അത്ഭുതകരമായി നടത്താൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവം ആ ആത്മാവിനെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. റോമാലേഖനം 12:2 പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ ക്ലാവ് പിടിച്ച കടുംപിടുത്തം മർക്കടമുഷ്ടി പിടിക്കുന്ന മനുഷ്യ മനസ്സുകളായിരിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുവാനില്ല. ദൈവത്തിൽ നിന്ന് ആർക്കാണ് പ്രതീക്ഷിക്കാനുള്ളത്? ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ഉള്ളൂ. യേശു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കാലം സമീപിച്ചു, ദൈവരാജ്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണ്? ഇന്നത്തെ ക്രിസ്തീയ കോളത്തിലെ പ്രശ്നം മനസ്സന്തരപ്പെടാതെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ബാഹ്യ പ്രകടനങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളതല്ല, അവൻ്റെ ആന്തരിക മനുഷ്യന് മാറ്റം വരാതെ അവനൊരു ഹോപ്പുമില്ല, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. നിന്റെ മനസ്സ് രൂപാന്തരപ്പെട്ടതാണോ? മനസ്സ് ചേഞ്ച് ചെയ്തതാണോ? മനസ്സ് മാറ്റം വന്നതാണോ? നീ ഒരു പുതിയ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉടമയാകാൻ വേണ്ടി എപ്പോഴും ദൈവവചനത്തെ നീ ധ്യാനിച്ചും അതിനനുസരിച്ച് ജീവിച്ചും വരുന്ന മനുഷ്യനാണോ? നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം നിന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരുവാൻ ദൈവം സമ്മതിക്കില്ല. ഈ ലോകത്തിന് അനുരൂപമാകാതെ, പറഞ്ഞ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി. ജീവിതത്തിൽ പലപ്പോഴും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ വളരെ സ്റ്റബണായി അല്ലെങ്കിൽ വളരെ നമ്മുടെ ജീവിതത്തിൽ കട്ടിയായ മനസ്സുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദൈവം ഫറവോൻ്റെ മുമ്പിൽ ഓരോ പ്രാവശ്യവും അത്ഭുതം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം ആഗ്രഹിച്ചത് ഫറവോന് മാനസാന്തരം ഉണ്ടാകണമെന്നാണ്. പക്ഷെ ദൈവം മുൻകൂട്ടി സകലവും അറിയുന്നവനായ ദൈവം ഓരോ പ്രാവശ്യവും അവന് അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുമ്പോൾ ഓരോ പ്രാവശ്യവും അടുത്ത ലെവലിലേക്ക് അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, റോമാലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? Or despisest thou the riches of his goodness and forbearance and long suffering, not knowing that the goodness of God leadeth thee to repentance? പശ്ചാത്താപത്തിലേക്ക് നമ്മളെ നയിക്കണമെന്നതാണ് ദൈവം നമുക്ക് നന്മ ചെയ്യുന്നതിൻ്റെ കാരണം, അതിൻ്റെ ഉദ്ദേശം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയെ കണ്ടു പരിചയപ്പെട്ടു. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ ചെന്നതാണ്. അപ്പോൾ അവളുടെ പ്രശ്നം, അവളുടെ ജീവിത പങ്കാളിയുമായിട്ട് വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ അവൾ ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അവൾ ഇതിനിടയിൽ വിദേശ രാജ്യത്തിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നു. ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. കുറച്ചു നേരം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിലൂടെ ആ സഹോദരിക്ക് മനസ്സിൻ്റെ അകത്തൊരു ഡിസിഷൻ എടുക്കുവാൻ കഴിഞ്ഞു. ഞാൻ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നൊരു ഡൈവേഴ്സിലേക്ക് പോകുന്നില്ല, മറിച്ച് ഈ പ്രശ്നം വന്നാൽ
ഞാനതിനെ തരണം ചെയ്യാൻ തക്കവണ്ണം ദൈവം എനിക്ക് ബലം തന്നാൽ മതി എന്ന് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഞാനിതിന് കണ്ടുമുട്ടുന്നതിന് മുമ്പ് അവളുടെ മനസ്സ് ഭയങ്കര ദൃഢപ്പെട്ട് കഠിനപ്പെട്ടു പോയിരുന്നു. കാരണം അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു വികാരം നമുക്ക് മനസ്സിലാകും. ആ സ്ത്രീ പറയുന്നതിൻ്റെ വിഷമത, വേദനിപ്പിക്കുന്ന അനുഭവം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒരു സാഹചര്യം വലിയൊരു പ്രതികൂലത്തിലേക്ക് കടന്നു പോവുകയാണെന്ന് കാണുമ്പോൾ മനസ്സ് കഠിനപ്പെട്ടു പോകുന്നത്? ദൈവമുണ്ടെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. ദൈവമുണ്ടെന്നറിയാമെങ്കിൽ എൻ്റെ ദൈവം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, മുട്ടുമടക്കിയാൽ എൻ്റെ ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനെന്ന് അവന് വിശ്വാസമുണ്ട്. എബ്രായ ലേഖനം 11:6 പറയുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനെന്നും വിശ്വസിക്കേണ്ടതുണ്ടല്ലോ. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതികൂല സാഹചര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഇന്ന് നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ, 2 ദിനവൃത്താന്തം 7:14 പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുകയും ചെയ്താൽ ഞാൻ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്നല്ലേ പറഞ്ഞേ. അടുത്ത വാക്യം പറയുന്നത്, ഇവിടെ വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുമെന്നല്ലേ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് ഒരു പുതിയ തീരുമാനമെടുക്കാൻ ഒരു നിയോഗത്തിൻ്റെ പുതപ്പ് ദൈവം നിൻ്റെ മേൽ തരികയാണ്? എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സെൻസ് മനസ്സിലാകുന്നു? നീ കഠിനമായൊരു വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നിൻ്റെ മനസ്സ് വളരെ കഠിനപ്പെട്ടിരിക്കുന്നു. നീ ചില തീരുമാനങ്ങൾ നിനക്ക് മുറിവേറ്റതിൻ്റെ പേരിൽ നീ എടുത്തിട്ടുണ്ട്. പക്ഷേ നീ ഇന്ന് ഇവിടെ വെച്ച് ഇളക്കി പ്രതിഷ്ഠ നടത്തിയ, ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ കരയും, ഞാൻ ഇന്ന് ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കും, എൻ്റെ ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെന്ന് ഈ സന്ദേശത്തോട് ബന്ധപ്പെട്ട് എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒന്ന് കരമുയർത്തി കാണിക്കാമോ? കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു പ്രസംഗത്തിൻ്റെ വിജയം ആളുകൾ കുറേ ശബ്ദം വെക്കുന്നതിലല്ല, ഒരു മനുഷ്യനെ തീരുമാനത്തിലേക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ വിജയം അവിടെയാണ്. ഇതിനകത്തിരിക്കുന്ന 8-10 പേര് സ്വന്തം ജീവിതത്തിലൊരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും മോശമായതിൻ്റെ പേരിൽ ഞാൻ അതിനോട് ബന്ധപ്പെട്ട ആരോടും ഞാൻ അങ്ങനെ പെരുമാറുകയില്ല. പകരം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരത്തും ആവലാതിപ്പെട്ട് കരയുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ കരയും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ. അവനെനിക്ക് മറുപടി തരുന്ന ദൈവമാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് അരുളിയ ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഞാനും എന്ത് കേൾക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. എന്താണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്ത് കേൾക്കുന്നോ അത് നമ്മളെ സ്വാധീനിക്കുമെന്ന് അറിയുമെങ്കിൽ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ പീഠങ്ങളിൽ ഇരിക്കാതെയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുവാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം മാറുന്നത് എപ്പോഴാണ്? ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ, നമ്മുടെ ജീവിതം എപ്പോഴാണ് മാറുന്നേ? നമുക്ക് എങ്ങനെയാണ് പ്രതീക്ഷയുണ്ടാകുന്നത്? നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നുണ്ടോ? പുറമെ ആർക്കും മനസ്സിലാവില്ല. അഹങ്കാരിയാണോ, താഴ്മയുള്ളവനാണോ, വിനയാന്യുതനാണോ, അഹങ്കാരിയാണോ, സ്വാർത്ഥനാണോ, എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനാണോ എന്ന് പുറമെ നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനെല്ലാം അറിയാം. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനെല്ലാം അറിയാം. നിങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു നിന്നാൽ അവരുടെ ഉള്ളിലുള്ള ആത്മാവിനെക്കുറിച്ച് വിവേചിക്കുവാനുള്ള വിവേചനത്തിൻ്റെ വരം സ്വർഗത്തിലെ ദൈവം, ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് എന്ന് ബൈബിളിൽ പറയും. 1 കൊരിന്ത്യർ 12-ാം അധ്യായം. നിങ്ങളുടെ അടുക്കൽ ഒരു ആത്മാവ് നിന്നാൽ, ഒരു മനുഷ്യൻ നിന്നാൽ, ഇയാളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവാണോ അല്ലയോ എന്ന് വിവേചിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മൾ പുറമേ കാണുന്നതല്ല, ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. ദൈവം നോക്കുന്ന നമ്മുടെ ഭാഗ്യഭക്തിയല്ല. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന എനിക്ക് മീശയുണ്ട്. പൊതുവേ പാസ്റ്റർമാർ മീശയൊക്കെ മാറ്റണം എന്നൊരു അലിഖിത നിയമം. ഞാൻ പറയുന്നത് മീശ വെച്ചവരും ഇല്ലാത്തവരും ഇപ്പോൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ദേവസ്വം സാറിനോട് ഒരാൾ ചോദിച്ചു, ഞങ്ങൾ മീശ വെക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ, മീശയുള്ളവർ വെക്കട്ടെ, ഇല്ലാത്തവർ പൈസോ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ആഭരണം ഊരുന്നതോ മീശ ഇടുന്നതോ മീശ വെക്കുന്നതോ മീശ വടിക്കുന്നതോ
പുറമെ വെള്ളക്കുപ്പായം ധരിക്കുന്നതോ പൂക്കളുള്ള വസ്ത്രം ധരിക്കുന്നതോ ഒന്നുമല്ല. അതിനെല്ലാം അപ്പുറത്ത്, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം വേണ്ടത് രൂപാന്തരമാണ്. അകത്തെ മനുഷ്യൻ മാറാത്തവൻ പുറത്ത് വികൃതമായ ഏതു കുപ്പായമിട്ടാലും എത്ര ഭക്തിയുടെ ഭാഗ്യവേഷം ധരിച്ചാലും ദൈവം അതിനെ സ്വീകരിക്കില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ചർച്ചിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ഏകദേശം 10,000 മലയാളി പാസ്റ്റർമാർ ഡൽഹിയിലുണ്ടെന്ന് ഞാൻ കേട്ടു. അന്നത്തെ കാലത്ത് 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് 10,000-ഓളം മലയാളി പാസ്റ്റർമാർ മിഷൻ പ്രവർത്തനം നടത്താൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയെ കേന്ദ്രീകരിച്ചിട്ട് കഴിഞ്ഞിട്ടും ഈ ദൈവദാസൻ നേടിയതുപോലെ 1000 ആത്മാക്കളെ നേടാതെ ഒരു നേരത്തെ ഉപജീവനത്തിന് മാർഗമില്ലാതെ വിഷമിക്കുന്ന ഭക്തന്മാരെ ഞാൻ കണ്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാധനം, ടൂൾസ് കയ്യിലുണ്ടെങ്കിൽ ആത്മാക്കളെ നേടാൻ ദൈവം സഹായിക്കും. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ, ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം നമ്മളിൽ വന്നു നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ആളുമാറിയവനെ പോലെ പ്രവചിക്കാൻ കഴിയൂ, ആളുമാറിയവനെ പോലെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ കഴിയൂ. നമ്മളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഓവർഫ്ലോ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ശരിക്കും നമുക്ക് പ്രാപിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ഇത് ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയണം. ഈ പ്രസംഗിക്കുന്ന എനിക്ക് ആത്മാവിൻ്റെ നിറവ് കിട്ടി ഇനി ഒട്ടും വേണ്ടെന്നല്ല. എനിക്കും ദാഹത്തോടെ ഈ 3 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് കരുതലോടെ ഞാൻ ഈ ദിവസം ഉപവസിക്കുവാൻ തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം കിട്ടിയതൊന്നും അല്ല, ഇതിനേക്കാൾ കൂടുതൽ കിട്ടാനുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദാഹം തുടങ്ങി, ഒരു വിശപ്പ് തുടങ്ങി എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എത്ര പേർക്ക് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശപ്പുണ്ട്? ഈ കൈപൊക്കരുത്. കൈപൊക്കിച്ച് നാളെ നിങ്ങൾ അവിടെ വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ പറഞ്ഞത് നുണയാണ്. ഹല്ലേലൂയ. നാളെ പ്രേമിന ഹാളിൽ രാവിലെ 10 മണിക്ക് തന്നെ ജോസാറും മോളി ആൻറ്റി അവിടെ ഉണ്ടാവും. അവർ വാതിൽ തുറന്നിടും. നമുക്ക് രാവിലെ തന്നെ ആരാധനയ്ക്ക് അവിടെ കടന്നു വരാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത്, കൊറോണയുടെ കാലത്ത് കുറച്ച് പേരെ പിശാച് ബന്ധിച്ചിട്ടിട്ടുണ്ട്. സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് അവരെ ഒതുക്കി കളഞ്ഞിരിക്കുക. അവിടെ ഒരു ഡെലിവറൻസ് നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കാരണം അതൊരു ബന്ധനമാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. കിടക്കുന്നത് സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും കാലിൽ ചങ്ങലയുണ്ടെങ്കിൽ സംഗതി ബന്ധനമല്ലേ? നിങ്ങൾ വേണ്ടുന്നില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതത്തിൻ്റെ എല്ലാ സുഖലോലുപതയുടെ മടിത്തട്ടിൽ ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം നിനക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ ഇന്നും പാരതന്ത്ര്യത്തിലാണ്, ബന്ധനത്തിലാണ്. നിനക്കൊരു വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. കരങ്ങളടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തൊരു ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചങ്ങല അങ്ങനെയായിരിക്കും പൊട്ടുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും. ഏതെങ്കിലും മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് അവൻ സംസാരിക്കുന്ന ആ വാക്കുകൾ ആരിലൂടെ ചലിക്കുന്നോ, ആരിലേക്ക് ചലിക്കുന്നോ അവരിലേക്ക് സംസാരിക്കുന്ന മനുഷ്യൻ്റെ അകത്തു വ്യാപരിക്കുന്ന അതേ ആത്മാവ് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഉണർവില്ലാതെ ആരാധനയ്ക്ക് വേണ്ടി വന്നിരുന്നവർ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദാസിമാർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയതോടുകൂടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയില്ലേ? അന്തരീക്ഷം മാറിയില്ലേ? ഞാൻ പറയട്ടെ, കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നിടത്ത് ചങ്ങലകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, മുറിവുകൾ മാറും. അത്ഭുതകരമായ ടേണിംഗ് പോയിന്റുകൾ ദൈവം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഒരു പ്രാവശ്യം വന്നവന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റുവാൻ വിശ്വസ്തനായ ഒരു ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഇതൊരു ലൈഫ് ചേഞ്ചിങ് മെസ്സേജ് ഞാൻ പറയുന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആത്മീയ ആലോചനയാണ്. നിങ്ങളിന്ന് യാദൃച്ഛികമായി ഇവിടെ വന്നതാണ്. നിങ്ങളെ ചിലർ നിർബന്ധിച്ചിട്ട് ഇവിടെ വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ദൈവം ഇന്നു മുതൽ തരാൻ പോവുകയാണ്. നിങ്ങൾ എത്ര ഉന്നതരാണെങ്കിലും താഴ്ന്നവരാണെങ്കിലും ഞാനൊരു കാര്യം പറയും, ഇത് മനസ്സിലാക്കുക. രാഹുൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ എറണാകുളത്ത് നിന്ന് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലി ദൈവം കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം. ഇപ്പോൾ വന്ന രാഹുലും ഭാര്യയും ഇവിടെ ഇല്ലെന്ന്, പക്ഷേ വന്നു പൊക്കോട്ടെ, വന്നു പോകാനൊരു സ്ഥലമുണ്ടല്ലോ. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഒരു അഭിഷേകത്തിന്റെ കനലരിയുന്ന ഒരു പുൾപിറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ സന്ദർശിക്കാൻ സ്വർഗം മനുഷ്യരെ ഒരുക്കുന്നെങ്കിൽ നീയും ഞാനും അതിൻ്റെ ഭാഗങ്ങളായി മാറുന്നെങ്കിൽ ദൈവത്തെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ സഭയിൽ പാട്ടുപാടിക്കൊണ്ടിരുന്ന ആരാധിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പലരും വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക, കാനഡ,
UAE അങ്ങനെ പല രാജ്യങ്ങളിലേക്കും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വരട്ടെ, പോട്ടെ, ദൈവം കൊണ്ടുവരട്ടെ, പറഞ്ഞു വിടട്ടെ. പക്ഷേ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുവാൻ മതിയായൊരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ പേര് യേശുവെന്നാണ്. ഞാൻ വചന സന്ദേശത്തിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു ദൈവിക ആലോചന ഞാൻ പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമയറ്റി ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കേൾക്കുന്ന കാര്യമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. റോമാലേഖനം 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ മനസ്സ് പുതുക്കാറുണ്ടോ? ഉണ്ടോ? മനസ്സ് മാറ്റാത്ത ഒരാൾക്കും പ്രതീക്ഷയ്ക്ക് വകയില്ല. ഞാൻ വീണ്ടും ഊന്നൽ നൽകി പറയുകയാണ്. നിങ്ങളുടെ മനസ്സ് മാറിയോ? നിങ്ങൾ വന്നത് 10 ദിവസമായിട്ട് ഒരു 10 മണിക്കൂറിനുള്ളിലുള്ള പരിചയമുള്ളൂ നമ്മൾ തമ്മിൽ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചോ? ഞാൻ പറയാം. യോശുവയുടെ പുസ്തകം 3:5 പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ യഹോവയായ ദൈവം നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഒന്നുകൂടെ പറയാം. യഹോവയായ ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എങ്ങനെ ശുദ്ധീകരിക്കണം? നിങ്ങളുടെ തോട്ട് ലൈഫ് മലിനതയുള്ളതാണെങ്കിൽ, ചിന്താമണ്ഡലം മലിനതയുള്ളതാണെങ്കിൽ, ക്ലാവ് പിടിച്ചതാണെങ്കിൽ, ബുദ്ധിമോശം വന്നതാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ചിന്താമണ്ഡലത്തെ മാറ്റാമെങ്കിൽ നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയാൻ സാധ്യത നീ ജീവിതത്തിൽ നീ മാറുകയല്ലെന്ന് തീരുമാനിച്ച വ്യക്തിയാണെങ്കിൽ. എൻ്റെ ജീവിതം ഇങ്ങനെയേ ഞാൻ ആകൂ, എനിക്കിഷ്ടമുണ്ടെങ്കിലേ ചർച്ചിൽ പോകൂ, എനിക്കിഷ്ടമുണ്ടെങ്കിലേ ദശാംശം കൊടുക്കൂ, എനിക്കിഷ്ടമുണ്ടെങ്കിലേ പാസ്റ്ററിനെ വിളിക്കൂ, എനിക്കിഷ്ടമുണ്ടെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കൂ. നിൻ്റെ ഇഷ്ടം നടന്നോട്ടെ. പക്ഷേ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഭൂമി നിൻ്റെ വീടാണ്, നിൻ്റെ ഭൂമി നിൻ്റെ സഭയാണ്, നിൻ്റെ ഭൂമി എന്ന് പറയുന്നത് നിൻ്റെ സ്വകാര്യ ജീവിതമാണ്, നിൻ്റെ ഔദ്യോഗിക മണ്ഡലമാണ്. അവിടെ നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ഓപ്പൺ ഹെവൻ, സ്വർഗത്തിൻ്റെ തുറക്കപ്പെട്ട വാതിലുകൾ നിനക്ക് നേരെ തുറന്നു കിട്ടണമെങ്കിൽ നീ ദൈവത്തിൻ്റെ ഹിതം നിൻ്റെ ജീവിതത്തെ നടപ്പാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരിക്കലും നിൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല, സ്വർഗീയ അനുഭവം ഉണ്ടാകില്ല. എത്ര പേര് ഇതിനകത്തിരിക്കുന്നവർ യേശുവിനെ സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്? യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ, അൻപേറുന്ന ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ യേശുവിൻ്റെ കൂടെ മതി, അന്ത്യം വരെ ആ ചൂടുമതി, യേശുവിൻ്റെ കൂടെ മതി. ഇരുളേറും വഴിയേതെന്നറി ഇരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കയ്യിൽ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ചിലരെല്ലാം കരുതിയത് ഒരു ഭർത്താവിനെ കിട്ടിയ അവരുടെ കൂടെയുള്ള യാത്ര മുഴുവൻ, ജീവിതം മുഴുവൻ സന്തോഷദായകമാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനുമൊക്കെ ജീവിതത്തിൽ വിഡ്ഢിത്തം നിറഞ്ഞ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിൽ മറ്റാരേക്കാളും
നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അധികം താമസിയാതെ തുടങ്ങേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് സ്വർഗമെന്ന് കരുതിയിരിക്കുന്ന പലരും ഒരു വീട് മേടിക്കുമ്പോൾ, ഒരു കാറ് കിട്ടുമ്പോൾ, ഒരു നല്ല ജോലി ലഭിക്കുമ്പോൾ, ഒരു നല്ല വിവാഹ ബന്ധം കിട്ടുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരോട് എനിക്കൊരു സന്ദേശം പറയാനുണ്ട്. കുഞ്ഞെ, ആദ്യം നീ യേശുവിൻ്റെ കൂടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം ദൈവം നന്മയ്ക്കായി തീർക്കുന്നവനാണ്. കരങ്ങൾ അടിച്ച് ഉണർവോടെ ഒന്ന് സ്തുതിച്ചേ, ആത്മാവിൽ ഉണർന്ന് ദൈവത്തെ ആരാധിച്ചേ, ഹൃദയത്തിലൊരു വിടുതൽ പ്രാപിക്കാൻ വേണ്ടി മനസ്സ് രൂപാന്തരപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ആ ക്ലാവ് പിടിച്ച മനസ്സാക്ഷിയെല്ലാം വിട്ടുകളയുക. ആ ഒരു തരം ദുർമാർഗങ്ങൾ വിട്ടുതിരിയുക, കർത്താവിലേക്ക് തിരിയുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വേദഭാഗത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നമ്മൾ വായിച്ചത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 18 മുതലുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗത്ത് നമ്മൾ യേശു ഉപവാസത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം, യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തെന്ന് ചോദിച്ചു. ഇന്നും ക്രിസ്തീയ കോളത്തിൽ ഉപവസിക്കണ്ട എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഉപവാസം എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഉപവാസം നമ്മുടെ ഭക്ഷണ ദഹന പ്രക്രിയയെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ അതിനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കാത്തവർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴും വചനം കേൾക്കാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമായതും മനസ്സിനും നമ്മുടെ അകത്തെ പ്രാണനും നമ്മുടെ ആത്മാവിനും ആവശ്യമായ ഭക്ഷണമെല്ലാം ദൈവം തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നിടത്തോളം നമുക്കൊരു ക്ഷീണവും ഉണ്ടാകില്ല, ഒരു രോഗമുണ്ടാകില്ല, ഒരു നിരാശയുണ്ടാകില്ല, ഒരു ദുഃഖമുണ്ടാകില്ല. ഇവിടെ തികഞ്ഞ ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയുകയാണ്. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വലിയ ദൈവസാന്നിധ്യം നമ്മൾ ഇവിടെ നടുവിൽ അനുഭവിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുകൂടെ ജീവിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ വന്ന ജനങ്ങൾ തളർന്നു പോകാതിരുന്നതിൻ്റെ കാരണം യേശു പറയുന്ന വാക്കുകൾ അവർക്ക് ഭക്ഷണമായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നിന്റെ ഭക്ഷണമായി മാറുകയാണ്. നിന്റെ ജീവിതത്തിന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും പോഷകമൂല്യമുള്ള ആഹാരം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവത്തിൻ്റെ വചനമാണ്. കാരണം അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ക്യാൻസർ ദൈവം മാറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ ട്യൂമർ ദൈവം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക, നിന്റെ രോഗബന്ധനങ്ങൾ ദൈവം അഴിച്ചു കളയുക, നിന്റെ ജീവിതത്തിൻ്റെ പാപക്കെട്ടുകളെ ദൈവം അഴിക്കുകയാണ്. നിനക്കെതിരെ ഉയരാൻ സാധ്യതയുള്ള പാരമ്പര്യമായി നിന്റെ DNA-ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന കോപത്തിൻ്റെ ആ പൈശാചിക ബന്ധനങ്ങളെല്ലാം ദൈവം അതിനെ അഴിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പാഥേയമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭക്ഷണമാണ്. നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് ക്ഷീണം തോന്നുന്നില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വചനം അവൻ്റെ ആത്മസാന്നിധ്യം എനിക്ക് തരികയാണ്. ഈ 3 ദിവസങ്ങളിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ ദഹന പ്രക്രിയ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷീണമുണ്ടാകുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ദൈവത്തിന് ഒരു വഴിയല്ല. നമ്മൾ വായ തുറന്ന് നമ്മുടെ വായിലൂടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് ചെന്ന് അതിനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജമാക്കി മാറ്റിയെടുക്കുന്ന ദഹനപ്രക്രിയ മുഖാന്തരമല്ലാതെ തൻ്റെ ഭക്തനെ പോറ്റി പുലർത്താൻ സ്വർഗം മതിയായവനാണ്. ഒരു മനുഷ്യന് തൻ്റെ വായിലൂടെ ഭക്ഷണം സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ സഹായത്തോടു കൂടി അവൻ്റെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസോ മറ്റേതെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് വിടുന്ന അവനെ എനർജൈസ് ചെയ്യുന്ന ആ ഫാക്ടർ ഘടകങ്ങളിലൂടെ അവനെ നിലനിർത്തുന്നത് പോലെ അതിനേക്കാൾ ഉന്നതമായി ദൈവത്തിന് നിങ്ങളെയും എന്നെ പോഷിപ്പിക്കാൻ 100 മാർഗങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ഭക്ഷണം അയക്കുന്നു. മന്ന പറഞ്ഞ മന്ന, ഇസ്രായേൽ മക്കൾ കഴിച്ച മന്ന, ആ മന്നയേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വചനത്തെ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹങ്കർ സ്ട്രൈക്ക് അല്ല, ഒരിക്കലും ഒരു വിശന്നുകൊണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ സയൻസ് ഓപ്പറേഷൻ ചെയ്ത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ആ വയറ്റിൽ കത്രിക വെച്ച് മറന്നുപോയെന്നാണ് പറഞ്ഞേ. ഡോക്ടർമാർ ഓപ്പറേഷൻ, എന്തൊരു ഓപ്പറേഷനല്ലേ. എന്നിട്ട് ആ സ്ത്രീ പാവപ്പെട്ട അതിന് നീതി കിട്ടാൻ വേണ്ടി പലയിടത്തും നോക്കി നടന്നെങ്കിലും അവൾക്ക് നീതി കിട്ടാതെ അവളിപ്പോൾ ഉപവാസ സമരം നടത്തുകയാണ്. അവൾ ഉപവസിച്ച് സമരം ചെയ്യുകയാണ്. നമ്മൾ ഉപവസിച്ച് സമരം ചെയ്യുകയല്ല, നമ്മൾ ഉപവസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ വസിക്കുകയാണ്.
ഉപവാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ വസിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭക്ഷണത്തെ വേണ്ടെന്ന് വെച്ചത്. നിങ്ങൾക്ക് ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ അത്രമാത്രം കൂടുതൽ ശക്തി ഇതിൻ്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. ഏലിയാവിന് തീ കത്തിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന വെളിപ്പെട്ടതിന് കാരണം അവൻ ദൈവത്തോടുകൂടെ കർമ്മേൽ മലയുടെ മുകളിലേക്ക്, അവൻ പ്രാർത്ഥനാ ഗിരികളിലേക്ക് അവൻ കയറുന്നവനായിരുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒറ്റ ഉദാഹരണം മതി. നിങ്ങൾ പഴയതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുക്കൽ ഇരിക്കാനാണോ കൂടുതൽ താല്പര്യപ്പെടുന്നത്? ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കാനാണോ? പഴയ സ്നേഹിതന്മാരോടുകൂടെ സല്ലപിക്കാനാണോ, സംസാരിക്കാനാണോ, അതോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹമാണോ? നിങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്നത് വളരെ വെട്ടിക്കുറച്ചിട്ട് ദൈവത്തോട് കൂടുതൽ സംസാരിക്കാൻ. ഇന്ന് മനുഷ്യരെ വഞ്ചിക്കുന്ന മറ്റൊരു മുഖം ഫേസ്ബുക്കാണ്. മുഖമില്ലാത്തവരുടെ ഒരു ബുക്കാണ്. പ്രൈസ് ദി ലോർഡ്. വല്ലവിധേന ഒരു മുഖം കൊണ്ടുവരണമെന്ന് ഓർത്തുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഫോട്ടോ എടുത്തിട്ടിട്ട് ലൈക്ക് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ മുഖം നഷ്ടപ്പെട്ടവരുടെ ബുക്കിൻ്റെ അകത്താണോ നിന്റെ ജീവിതം, അതോ ദൈവത്തിൻ്റെ സന്നിധിയിലാണോ? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നീ വിലയേറിയതായി കാണുമെങ്കിൽ ഉപവാസത്തിൻ്റെ അകത്ത് നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ പോവുകയാണ്. ഭക്ഷണം എന്ന് പറയുന്നത് വെടിയുക മാത്രമേ നമ്മൾ അന്നേരം ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ മറ്റൊരു കാര്യം, നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 സെൻസസ് ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഓക്കെ, എല്ലായോ? ഇനി 6th സെൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, ഉപവാസം ഭക്ഷണം ഒഴിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നമ്മൾ ഈ 3 ദിവസം ഉള്ളെങ്കിലും ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ഈ 6 ഇന്ദ്രിയങ്ങളും അവൻ ലോക്ക് ചെയ്യണം ദൈവത്തിന് വേണ്ടി. ഒരു ഹങ്കർ സ്ട്രൈക്ക് അല്ലത്, ദൈവത്തിന് വേണ്ടി ഒരു ഉപവാസമാണ്. അവിടെ കണ്ണിന് വിശക്കുമ്പോൾ നീ കണ്ണിന് വിശക്കുന്നതെല്ലാം കാണാൻ വേണ്ടി കാഴ്ചകൾ കൊടുക്കാതിരിക്കാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ നീ കണ്ണ് മുഖാന്തരം ഒരു ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുക. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. കാതിന് വിശക്കുമ്പോൾ കാതിന് വിശക്കുന്നതെ ഇട്ടുകൊടുക്കുന്നവൻ അവൻ ജീവിതത്തിലെല്ലാം തിന്നാൻ വേണ്ടി ലോകപ്രകാരം നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഉപവസിക്കുമ്പോൾ 6 ഇന്ദ്രിയങ്ങളും ഉപവസിക്കണം. 7ാമതൊന്ന് നിന്റെ ഇൻറ്റസ്റ്റൈൻ, നിന്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നീ ലോക്ക് ചെയ്ത് വെക്കണം. അത് വേണ്ടെന്ന് വെക്കണം. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ. ഒന്ന് ശബ്ദമുയർത്തിക്കുക, കുറച്ചുകൂടെ ശബ്ദത്തിൽ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയാണോ അതോ ദൈവത്തിന് സ്തോത്രം ചെയ്യും? ഹല്ലേൽ ഹാൽ ഹല്ലേൽ യാഹ് അല്ലേ? ദൈവത്തിന് ഉറക്കെ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ഒരിക്കൽ കൂടെ പറഞ്ഞേ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഹല്ലേലൂയ. ദൈവം ചിലരുടെ കണ്ണിൻ്റെ മേൽ ദൈവം അഭിഷേകം വ്യാപരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിനോടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ കണ്ണ് വിശക്കുന്നു. കണ്ണിന് ഭയങ്കര വിശപ്പാണ്. കണ്ണിന് വിശക്കുമ്പോൾ പരസ്യത്തിലേക്ക് നോക്കരുത്, ഫേസ്ബുക്കിലേക്ക് നോക്കരുത്, വാട്സാപ്പിലേക്ക് നോക്കരുത്. അതുകൊണ്ടാണ് കുഞ്ഞ് നിനക്ക് ജോലി ലഭിക്കാതെ പോകുന്നത്. നീ ദൈവസന്നിധി നിന്റെ കണ്ണിനെ വിശുദ്ധീകരിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ഗിരിയുടെ പ്രഭാഷണത്തിൽ വെച്ച് കണ്ണ് ദോഷമുള്ളതല്ലെങ്കിൽ, കണ്ണ് വിടക്കല്ലെങ്കിൽ, ആ കണ്ണ് ശരീരത്തിന് മുഴുവൻ പ്രകാശം നൽകി ശരീരത്തെ തേജോമയമാക്കുമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അപ്പം കണ്ണിന് വിശക്കുമ്പോൾ ഇനി കണ്ണിനെ ലോക്ക് ചെയ്തേക്കുക. എന്ന് മുതലാ ഉപവസിക്കാൻ വേണ്ടി പോകുന്ന സമയത്തല്ല, ജീവിതത്തിലുടനീളം. ഇന്ന് എത്ര പേര് ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കും? ദൈവമേ, നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ എൻ്റെ കണ്ണിന് വിശക്കുന്നതെല്ലാം കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ കണ്ണിനെ ദൈവത്തിന് വേണ്ടി, ദൈവമേ, ഇയ്യോബ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. എന്താ ഇയ്യോബ് പറഞ്ഞേ? ഞാൻ അത്യുന്നതനുമായി ഒരു നിയമം ചെയ്തു, ഒരു ഉടമ്പടി ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഈ ആത്മമണ്ഡലത്തിലെ പ്രശ്നം എന്താണെന്നറിയാവോ? പുറമേ വെളുപ്പൊക്കെ ഉണ്ട്, നിങ്ങൾ മിണ്ടുന്നില്ല. ശക്തിയുടെ ഹല്ലേലൂയ പറ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. കടലിലെ വെള്ളത്തിന് ഉപ്പില്ലായിരുന്നെങ്കിൽ, റോസാപുഷ്പം നിൽക്കുന്ന മുൾച്ചെടിക്ക് മുള്ളില്ലായിരുന്നെങ്കിൽ, മനുഷ്യനിൽ പാപമില്ലായിരുന്നെങ്കിൽ അവൻ എത്രയോ ഉന്നതനാകുമായിരുന്നു. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. അവൻ അന്യഭാഷയില്ലാത്തതല്ല. അവൻ ഗുണം പിടിക്കാതെ പോകുന്നതിൻ്റെ കാരണം ജീവിതത്തിലെ ആന്തരിക വ്യക്തിത്വത്തിൽ പാപങ്ങൾ ഹൈഡ് ചെയ്തു വെക്കുന്നു. 119 സങ്കീർത്തനം 11 വാക്യം പറയുന്നത്, ദൈവമേ, നിനക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ.
ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ എന്നോട് പഠിപ്പിച്ചതാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ വലിയ പോയിന്റുകൾ, ബ്രദറെ വലിയ പോയിൻ്റൊന്നും പറഞ്ഞ്, വലിയ പോയിൻ്റ് നിനക്കും ഇല്ലല്ലോ. പോയിന്റുകൾ പറയാൻ വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം ബൈബിളില്ലാത്തതല്ല, സ്നാനപ്പെടാത്തതല്ല, ബൈബിൾ വായിക്കാത്തതല്ല, പ്രസംഗം കേൾക്കാത്തതല്ല, ധ്യാനിക്കാത്തതല്ല. നമുക്ക് ചെയ്യേണ്ട ചില തീരുമാനങ്ങളുണ്ട്. നമ്മുടെ കണ്ണിനെ ലോക്ക് ചെയ്ത് വെക്കണം, നമ്മുടെ കണ്ണിനെ ഉപവസിപ്പിക്കണം. എപ്പോൾ വരെ? ജീവിതത്തിൽ ഉടനീളം ദൈവം ഈ കണ്ണിനെ ഉപവസിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ കണ്ണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം കാണട്ടെ. മിണ്ടുന്നില്ല. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത്തെ ഇന്ദ്രിയം ചെവിയിലേക്ക് വരാൻ. ചെവി നമുക്കിഷ്ടമല്ലേ അയൽവക്കംകാരൻ്റെ കുറ്റം പറയുന്നേ? യാതൊരു കുറ്റം ചെയ്യാത്ത പാസ്റ്ററിനെ കുറിച്ച് 4 കുറ്റം പറയുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ? കാരണം എന്താണ്? ഈ ചെവിക്ക് വിശപ്പുണ്ട്. ഈ ചെവിക്ക് വിശക്കുന്നത് നീ ചെവിക്കകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നീ കേൾക്കുന്നത് മാത്രമേ നിനക്ക് അതരത്തിലൂടെ പുറത്തു വരാൻ കഴിയുകയുള്ളൂ. ചെവി. പിന്നെ ഏതാ? നാവ്. നാവ് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. ഈ നാവിനെ നന്നായിട്ട് സൂക്ഷിക്കണം. ഞാൻ അതിലേക്ക് ഡീപ്പറായിട്ട് വരും. നിങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. ബ്രദറെ, ഞങ്ങൾക്ക് ഈ കാര്യമൊക്കെ അറിയത്തില്ല. ഇതിൽ നിന്ന് അതിനുവേണ്ടിയാണ് പറഞ്ഞ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്. വന്നിരിക്കെ നിനക്ക് അഭിഷേകം പ്രാപിക്കാം, ഇതിനൊരു വിടുതൽ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്ത് മണ്ഡലത്തിൽ അനുഗ്രഹീതമായ ദൈവവചനത്തിൻ്റെ അടിത്തറയുള്ള ഈ സഭകളിലേക്ക് നമ്മൾ ചേക്കേറിയിട്ട് ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കാതെ ഈ ലോകത്തിൽ നിന്ന് വേർപിരിയേണ്ടി വരുന്നത് ഏറ്റവും ഹതഭാഗ്യകരമായ അവസ്ഥയല്ലേ? ഈ പെന്തക്കോസ്ത് കോളത്തിൽ എനിക്ക് പലരെ അറിയാം, ഇന്നും ജീവനുള്ളൊരു ദൈവത്തെ അറിയത്തില്ല. അവർക്ക് അന്യഭാഷയുണ്ട്, അവർക്ക് ദർശനമുണ്ട്, അവർക്ക് പ്രവചനമുണ്ട്, അവർ പലതും പറയും. അങ്ങനെ പല ആത്മാക്കളും പലതും ചെയ്യാൻ കഴിയും. പക്ഷേ ജീവിക്കുന്ന ഒരു ദൈവത്തെ അടുത്തറിയണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ ഏറ്റവും നല്ലത് പെന്തക്കോസ്ത് സഭയാണ്. അല്ലെങ്കിൽ പെന്തക്കോസ്ത് ഉപദേശമുള്ള സഭകളിൽ വീണ്ടും ജനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീണ്ടും ജനിച്ച മക്കളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അനുഭവവും ഉന്നതമായതാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. എത്ര പേര് യേശുവിനെ എന്നും അനുഭവിക്കാറുണ്ട്? യോഹന്നാൻ 17:3 പറഞ്ഞു, പിതാവേ അവിടുത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അന്യഭാഷ പ്രാപിക്കുക എന്നതല്ല നിത്യജീവൻ. ഒരു കൃപാവരം പ്രാപിക്കുക എന്നതല്ല നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, പലരും നിർഭാഗ്യവശാൽ അധ്വാനിക്കുന്നത് ഒരു കൃപാവരം കിട്ടാൻ വേണ്ടിയാണ്. കൃപാവരത്തിൻ്റെ ഉടമയായ ദൈവത്തിൻ്റെ ആത്മാവിനെ നീ പ്രാപിച്ചാൽ നിനക്കിതെല്ലാം തരാൻ ദൈവം മതിയായവനല്ലേ? കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തരാൻ ഒരു ആത്മാവിനെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ദുഷ്ടരായ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന്. എന്തേ നീ ഇത് പ്രാപിക്കാത്തത്? ആരോ പറഞ്ഞ അന്യഭാഷയെ നീ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നിനക്ക് അന്യഭാഷ കിട്ടിയെന്നും അല്ലെങ്കിൽ നീ പ്രാപിച്ച അന്യഭാഷ കൊണ്ട് നീ കൃപാവരം പ്രാപിച്ചുവെന്നും വിശ്വസിക്കുമ്പോൾ മൗഢ്യമായ ലോകത്തിലൂടെ നീ യാത്ര ചെയ്യുകയാണെന്ന് നീ ഓർത്തുകൊള്ളുക. ഈ ദൈവം മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. നീ കണ്ട ദൈവമൊന്നും അല്ല ദൈവം. ഈ ദൈവം അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. അവൻ സമാധാന പ്രഭുവാണ്. അവൻ അസാധ്യമായി ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എത്ര സങ്കീർണമാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയാം, നീ നാളെ 24 മണിക്കൂർ ഒന്ന് നേരം വെളുക്കുമ്പോഴേക്കും ദൈവവചനം പറയുന്നത് നിങ്ങൾക്കറിയാം. സങ്കീർത്തനം 30:5 സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് എന്നാൽ ഉഷസ്സിലോ നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാണോ? കണ്ണുനീരും മുറവിളിയാണോ? കുഞ്ഞെ, നീ ഇതൊരു ദൈവഭക്തനാണെങ്കിൽ നിന്റെ വീട്ടിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം തീർക്കുവാൻ പോവുകയാ ദൈവം. റിയാലിറ്റി ആകണ്ടേ? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇത് ഒരു ഉട്ടോപ്പിയ അല്ല, ഇതൊരു സാങ്കല്പിക ലോകമല്ല, ഇത് ജെനുവിനാണ്, ഇത് സത്യമാണ്, ഇത് ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ 30ാമത്തെ വയസ്സ് വരെ ഒരു വൈദിക വിദ്യാർത്ഥിയായി സെമിനാരിയിൽ അച്ഛനാകാൻ വേണ്ടി പോയി. അച്ഛനാകാൻ അവർക്ക് ദൈവവിളിയില്ലെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറക്കി എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ വന്നു. പിന്നെ 30ാമത്തെ വയസ്സ് വരെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോന്നു. ഇന്നുവരെ ഒരു ഈച്ച ചലിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ 30ാമത്തെ വയസ്സ് മുതൽ എൻ്റെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ച് എന്നെ തന്നെ സമർപ്പണം ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് മാറ്റങ്ങൾ തരാൻ തുടങ്ങി. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ജനിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചത്, നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ നിന്ന് ബൈബിൾ സെമിനാരിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഇല്ലായിരിക്കാം. നിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത് നിനക്ക് വിളിച്ചു പറയാവോ?
പറയാവോ? എൻ്റെ ചോദ്യം, മിനിമം ഒരു 10 ലക്ഷം രൂപ മുടക്കിയാൽ പോലും നടക്കാത്ത അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊന്ന് കൈ ഉയർത്തി കാണിക്കാമോ? നിങ്ങളോ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും വ്യക്തികളിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയ വിഷയങ്ങളിൽ എത്ര പേർക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട് എന്നൊന്ന് കരമുയർത്തി കാണിക്കാമോ? നിങ്ങൾ ഇത് പറഞ്ഞാൽ മതിയല്ലോ. സഭയിൽ ദൈവം ആളെ കൊണ്ടുവരികയില്ലേ? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളിനി അടുത്ത അഭിഷേകത്തിന് വേണ്ടി, അടുത്ത അത്ഭുതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. കാത്തു നിൽക്കരുത്. കാരണം നിന്നെ ഈ അത്ഭുതം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നീ ഇത് 4 പേരോട് പറയണമെന്നുള്ളതാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ ഒരു LICയുടെ ഏജൻ്റ് ആണെങ്കിൽ അവൻ ആ ഏജൻസി എങ്ങനെയെങ്കിലും ഒരാളെ കണ്ടാൽ അവനെ പിടിപ്പിക്കാനാണ് അവൻ്റെ ശ്രമം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്നോട് ഒരു പോളിസി എടുക്കാവോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഉള്ള പോളിസിയിൽ തന്നെ ഞാൻ സുരക്ഷിതനാണ്. കാരണം എൻ്റെ ദൈവം സ്വർഗത്തിൽ എൻ്റെ പേര് മിണ്ടുന്നില്ല. എനിക്ക് 10 ലക്ഷം രൂപയുടെ ചിട്ടി ചേരേണ്ടതില്ല കാര്യത്താസി കൊണ്ട് പൈസ കൊടുക്കാൻ. കാരണം എൻ്റെ ദൈവം എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നടത്തി കഴിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. നീയും ഞാനും കൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി പൈസ കളയണ്ട. കാരണം നിന്നെയും എന്നെയും പൊന്നുപോലെ നോക്കുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. അവൻ്റെ പേര് യേശുവെന്നാണ്. നീ പോലും ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജാഗ്രതയോടെ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതോ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പോളിസി എടുത്തുകൊണ്ടാണോ നമ്മൾ നിലനിൽക്കുന്നത്? ഹല്ലേലൂയ. നന്ദിയുണ്ടെങ്കിൽ ദൈവത്തിന് കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്മാവിൽ ഉണർന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വചനത്തിലേക്കൊന്നും പ്രവേശിച്ചില്ല എന്ന് എനിക്കറിയാം. 1-2 കാര്യങ്ങൾ മാത്രം അതിനൊരു സൂചന പറയാം. പ്രസംഗിച്ചിങ്ങനെ ഒരു തൃപ്തി കണ്ടെത്തേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറയേണ്ടതൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളും ഇന്നു മുതൽ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്തു കൊടുക്കും. 5 ഇന്ദ്രിയങ്ങളും. നമ്മളിനി എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? 3 ദിവസം കഴിയുമ്പോൾ. ചിലരുടെ കാര്യം അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് വരെ എന്തായിരിക്കുകയാണ്? നമ്മുടെ ഇൻറ്റസ്റ്റൈനെ, നമ്മുടെ വൻകുടലിനെ, ചെറുകുടലിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മുടെ കണ്ണിനെ ലോക്ക് ചെയ്യണം. ഇയ്യോബിൻ്റെ പുസ്തകം 31:3-1 വചനം പറയുന്നത് പോലെ ദൈവമേ, ഒരു ദൈവത്തോട് ഞാനൊരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെയെന്നാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ നോക്കുന്നത് തന്നെ വ്യഭിചാരമാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കണ്ണ്, കാത്, ഉറക്കെ പറ, കാത്, മൂക്ക് കൊണ്ട് പാപം ചെയ്യുമോ? പാപം ചെയ്യുക അല്ലേ? പ്രൈസ് ദി ലോർഡ്. പിന്നെ ചെവിയുടെ കാര്യം കാതെന്ന് പറയുന്നത് ചെവിയല്ലേ? പ്രൈസ് ദി ലോർഡ്. കണ്ണ്, കാത്, മൂക്ക്, പിന്നെ നാവ്. പിന്നെ അടുത്തതാ നമ്മുടെ സെൻസ് ഓർഗൻസിൽ 5-മത്തത് ഏറ്റവും വലുതൊന്ന്, അത് നമ്മുടെ ത്വക്കാണ്. അനാവശ്യമായ സ്പർശനത്തിന് വേണ്ടി ഈ ത്വക്കിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ദൈവസന്നിധി തീരുമാനം ചെയ്യണം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പ്രസംഗിക്കുന്ന നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് ദൈവവുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റിപ്പോയിരിക്കും. നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് മാത്രം അറിയാം. ജീവിതത്തിൽ ഈ മനോഹരമായ പ്രസംഗം നടത്തുമ്പോൾ അപ്പുറത്ത് ഞാൻ എൻ്റെ ജഡവുമായൊരു സ്ട്രഗിളുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഈ സ്ട്രഗിളിൻ്റെ അകത്ത് നമ്മൾ എത്രമാത്രം ജയിക്കുന്നുണ്ടോ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ആ താരതമ്യേന ജയിക്കുന്ന മണ്ഡലത്തിലൊക്കെ അത്ഭുതകരമായി വിടുതൽ തരാൻ തുടങ്ങും ദൈവം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന എത്ര പേരുണ്ട്? യേശു നിന്നെ വിളിച്ചത് പരാജയപ്പെടാൻ വേണ്ടിയല്ല, യേശു നിന്നെ വിളിച്ചത് ജയാളിയാക്കാൻ വേണ്ടിയാണ്. ഞാനൊരു ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു. ആൻറ്റിയുടെ മകള് എത്രയും വേഗം ഡൈവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ അമ്മാമ്മ അവിടെ വീട്ടിനകത്തിരുന്ന നിത്യമായ പ്രാർത്ഥനയാണ്, ദൈവമേ എൻ്റെ മകൾ ഡൈവോഴ്സിലേക്ക് കടന്നു പോകരുത്. 2-3 വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും ഇപ്പം സെക്കൻഡ് മാരേജ് നടത്തുമെന്ന് പറഞ്ഞ ആ പെൺകൊച്ച് ഇതുവരെയും കല്യാണം നടത്താൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ അവളുടെ സ്വന്തം ബന്ധുക്കളുടെ അടുക്കൽ ഇതുവരെ ഇവരുമായിട്ടുള്ള ബന്ധമെല്ലാം ഡിറ്റാച്ച് ചെയ്ത് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ സ്വന്തം ബന്ധം ആ വീട്ടുകളിലേക്കെല്ലാം ചെന്ന്
അവിടെ അവൾ താമസിക്കാൻ തുടങ്ങുകയാണ്. അവളുടെ ജീവിതം ദൈവം മാറ്റം വരുത്തി. ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയ വിഷയത്തിൽ അത്ഭുതകരമായി തിരിച്ചുവരവ് വരുത്തി ദൈവം. ദുബായിൽ നിന്നൊരു പെൺകുട്ടി ഒരിക്കൽ വന്നിട്ട് പിറ്റേ ദിവസം ഡൈവേഴ്സ് ചെയ്യാൻ മ്യൂച്വലായി സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന തലേ ദിവസം രാത്രി എല്ലാ പ്രിയപ്പെട്ടവരും പറഞ്ഞു ഇവർക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയിൽ ദൈവം അന്ന് രാത്രി അവിടെ അത്ഭുതം ചെയ്തു. അവരെ തമ്മിൽ ഒരുമിപ്പിച്ചു. ആ ആഴ്ചയിൽ തന്നെ അവർ ഒരുമിച്ച് ദുബായിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഞാനിത് ചില സംഭവങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, എൻ്റെ ജീവിതം ഒരിക്കലും മാറില്ല. ഇല്ല കുഞ്ഞെ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. നിന്റെ ക്യാൻസർ മാറും, നിന്റെ രോഗം മാറും, നിന്റെ ഡൈവേഴ്സിന്റെ പ്രശ്നങ്ങൾ മാറും, നിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും, നിന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ ദൈവം മാറ്റും, നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവരെ സുവിശേഷവുമായി ദൈവം ഈ പുൾപിറ്റിൽ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഓ ജീസസ് മൈറ്റി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ നന്ദി കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ വചനത്തിലേക്ക് വരാൻ വീണ്ടും. പഴയ വസ്ത്രത്തിൽ കോടിത്തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല, തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല, വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും. വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വെക്കേണ്ടത്. എന്താ ഈ തുരുത്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈൻ സ്കിൻ എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയിടത്ത് ബോട്ടിൽസ് എന്ന് ഉപയോഗിക്കുന്നു, ചിലയിടത്ത് വൈൻ സ്കിൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു യാഗം നടന്നിട്ടുണ്ട്. വൈൻ സ്കിൻസ് നമുക്കറിയാം, മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അവർ വിവസ്ത്രരാണെന്ന് കണ്ട് മരത്തിൻ്റെ മരവിൽ ഒളിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവർ ഉണ്ടാക്കിയ അത്തിയിലയ്ക്ക് പകരം ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലിനെ ധരിപ്പിച്ച് അവൻ്റെ നഗ്നത മാറ്റുകയാണ്. ഇവിടെ ഒരു മൃഗത്തെ കൊന്ന് തോലിനെ കൊണ്ടുവന്ന് ഉടുപ്പിക്കുന്ന കാര്യമല്ല അതിൻ്റെ അകത്തെ വിഷയം. ഒരു യാഗം നടക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ സൂചന നമുക്ക് ലഭിക്കുന്നത്. 2000 വർഷം മുമ്പ് കൽവരി ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ്. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതിയായ ഒരുവൻ ജനിച്ച് സാത്താൻ്റെ തലയെ തകർത്ത് സ്വയം യാഗമായി തീർന്ന് മനുഷ്യരാശിയെ പാപത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും രക്ഷിക്കുവാൻ അവൻ വരുമെന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കുന്നതിനെ സൂചന ദൈവം ഓരോ യാഗത്തിനകത്തും കാണുകയാണ്. ഹാബേലും കയീനും ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗമർപ്പിക്കാൻ ചെന്നു. ഹാബേൽ തൻ്റെ ആടുകളിൽ ഒന്നിനെ കൊന്നിട്ട് അതിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള പദാർത്ഥവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരികയാണ്. ദൈവം ഹാബേലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ഓരോ പ്രിയപ്പെട്ടവരെയും ഓരോ മെസ്സേജിൻ്റെ അകത്തും ഓരോ സംഭവങ്ങൾക്കകത്തും ദൈവം ഈ യാഗത്തെ മുൻകൂട്ടി കാണുകയാണ്, ആസ്വദിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഏകമകനായ ആദ്യജാതനായ ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം മോറിയ മലയുടെ മുകളിലേക്ക് യാഗം കഴിക്കാൻ പോകുമ്പോൾ ദൈവം മനസ്സിൽ കണ്ടത് തൻ്റെ ഓമനപുത്രനായ യേശുവിനെ കാൽവരി ക്രൂശിൽ യാഗം കഴിക്കുന്ന മണ്ഡലമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് ക്രിസ്തുവിൽ ജയാളിയായി തീരുവാൻ കഴിയണമെങ്കിൽ 3 കാര്യം പ്രധാനമായി നീ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം, ഞാൻ ഇത്രയും സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു. ഹല്ലേലൂയ. എടുക്കാവൂ വേഗം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും, പറഞ്ഞേ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ക്രിസ്തുവിൽ ജയോത്സവമായി നടക്കാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിക്കുക. യേശു ക്രിസ്തുവിൽ ജയോത്സവമായി നടക്കണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാക്ഷ്യം. ഇതിനകത്തിരിക്കുന്ന എത്ര പേര് യേശുവിലേക്ക് ശരിക്കും ചേർന്ന് നിന്നതിന് ശേഷം ജീവിതം ഒരു ജയോത്സവമായവരുണ്ട്? ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇനി ഇതിനകത്തിരിക്കുന്ന പരാജയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ജയാളിയാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, 2 മാർഗമില്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവല്ലാതെ ആരും രക്ഷിക്കുന്നില്ല. യേശുവല്ലാതെ ആരും ശവക്കുഴിക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. യേശുവല്ലാത്തവരെല്ലാം മരിച്ചവർ നിദ്ര കൊള്ളുകയാണ്. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. അവൻ സ്നേഹം തന്നെയെന്ന് 1 യോഹന്നാൻ 4:8 പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേട്ടല്ലോ. ആരാണ് ആ സ്നേഹം? സ്നേഹം
സ്നേഹം ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവൻ ബത്ലഹേമിൽ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ജനിച്ചത്? അവൻ വളർന്നത് എവിടെയാണ്? നസറത്തിൽ വളർന്നു. അവന്റെ ശുശ്രൂഷ എവിടെയായിരുന്നു? ഗലീല എന്ന ദേശത്ത്. ഇതാ ജാതികൾ ഇരുട്ടിലിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ വലിയൊരു പ്രകാശം അവിടെ ഉദയം ചെയ്യുകയാണ്. സ്നേഹം എവിടെ ഉദയം ചെയ്തു? ഗലീല ദേശത്ത്. സ്നേഹം ഉദയം ചെയ്തിട്ട് ശുശ്രൂഷ ആരംഭിച്ചത് എപ്പോഴാണ്? സ്നാപകയോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കരയിൽ കയറുമ്പോൾ സ്വർഗം തുറന്ന പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. സ്നേഹം ശുശ്രൂഷ തുടങ്ങി. ഹല്ലേലൂയ. സ്നേഹം ശുശ്രൂഷ ചെയ്ത് എങ്ങനെയാ? അവൻ മരിച്ച യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. സ്നേഹം ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നേഹം മരിച്ച ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ചു കൊണ്ടുവന്നു. മരിച്ച നൈനിലെ വിധവയുടെ മകനെ യേശു അവന്റെ ശവം മഞ്ചത്തിൽ തൊട്ടപ്പോൾ ഈ സ്നേഹം അവനെ ഉയർപ്പിക്കുകയാണ്. ആ സ്നേഹമാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത്. കുഞ്ഞെ, നിന്റെ വീട്ടിൽ ഇല്ലായ്മ വരുമ്പോൾ അവൻ്റെ സാന്നിധ്യം നിന്റെ വീട്ടിൽ വെളിപ്പെട്ടിട്ടില്ലേ? വെളിപ്പെട്ടതിൻ്റെ കാരണം നിനക്ക് നിന്റെ ജീവിതത്തിലെ നിന്നയെ മാറ്റിക്കളയാൻ വേണ്ടിയാണ്, നിന്റെ അപമാനങ്ങളെ മാറ്റിക്കളയാൻ വേണ്ടിയാണ്, നിന്റെ ഇല്ലായ്മകളെ മാറ്റിക്കളയാൻ വേണ്ടിയാണ്, നിന്റെ വെള്ളത്തെ വീഞ്ഞാക്കാൻ വേണ്ടിയാണ്, നിന്റെ ഒരു സാധാരണത്വത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറലായ ഒരു തലത്തിലേക്ക് നിന്നെ ഉയർത്താൻ വേണ്ടിയാണ് യേശു നിന്റെ ജീവിതത്തിലേക്ക് വന്നത്. സ്നേഹം ഒടുവിൽ കാൽവരി ക്രൂശിൽ മരിച്ചു. നമ്മളൊക്കെ പേര് സ്നേഹമെന്നിട്ടാലും ഈ ലോകത്തിൽ കാണുന്ന സ്നേഹമല്ല, ഇറോസാണ്, സ്റ്റോർഗാണ്, ഫിലിയോയാണ്. അഗാപ്പെ എന്ന ദൈവസ്നേഹം കാണാൻ ക്രിസ്തുവിൽ മാത്രമേ കഴിയൂ. യാഗപരമായ സ്നേഹം തന്നത് അവനാണ്. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് ഈ സ്നേഹത്തെ ഓർത്ത് നന്ദിയുണ്ട്? കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? അവൻ നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു. ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ ഉള്ളറിഞ്ഞാൽ പിന്നെ അവനെ സ്നേഹിക്കാൻ കൊള്ളില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം പുറമെ ഇങ്ങനെ കാണുന്നതൊക്കെ ഒന്ന് അടുത്തറിയണം, ആളടുത്തറിയണം, പൊന്നൊരച്ച് നോക്കണം. നമ്മളിങ്ങനെ കൂടുതൽ അടുത്തറിയുമ്പോൾ ആ ബ്രദറിന്, അദ്ദേഹത്തിന് എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റല്ല, ഞാൻ വളരെ സ്റ്റാൻഡേർഡുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതാണ്. അതുകൊണ്ട് തിന്നുമ്പോൾ ച്യൂ ചെയ്യുമ്പം എന്നാൽ മറ്റേ പുള്ളി അങ്ങനെയല്ല, ചുമ്മാ ഒരു തരം കാടൻ ചവയ്ക്കലാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇനി മേലിൽ ഈ മനുഷ്യനുമായിട്ട് നിങ്ങൾ വേണ്ടുന്നില്ല, സ്റ്റാൻഡേർഡ് ഇല്ല, എന്താ പറയുന്നത്, ഒരു ഗുഡ് മാനേഴ്സ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ആ മനുഷ്യനുമായിട്ട് ഇനി വലിയ ബന്ധമില്ല. ഉള്ളറിഞ്ഞ പലരും പേടിച്ചിട്ട് നാട് വിട്ടിട്ടുണ്ട്, മിണ്ടുന്നില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഉള്ളറിഞ്ഞെന്ന് കണ്ടാൽ പിന്നെ അവൻ നിൻ്റെ അടുക്ക നിൽക്കില്ല. അതുകൊണ്ട് ഉള്ളറിയാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നിൻ്റെ ഉള്ള അറിഞ്ഞെന്ന് കണ്ടാൽ നീ അവനെ വഞ്ചിക്കാനും അവനെ ചതിക്കാനും അവനെ ഒരുപക്ഷെ ഒറ്റിക്കൊടുക്കാനും ശ്രമിച്ചെന്നിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളറിഞ്ഞിട്ടും സ്നേഹിച്ച ഒരേ ഒരാൾ ക്രിസ്തു മാത്രമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ഉള്ളം എന്താണെന്ന് അറിഞ്ഞിട്ടും, നിന്റെ കണ്ണുകളിൽ പ്രശ്നമുണ്ടെന്ന് ദൈവത്തിന് അറിഞ്ഞിട്ടും, നിന്റെ കാതുകൾക്ക് പ്രശ്നമുണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ടും, നിന്റെ നാവിന് പ്രശ്നമുണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ടും, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നീതിയുള്ളതല്ല എന്ന് ദൈവം അറിഞ്ഞിട്ടും എന്നെ ഇന്നും സ്നേഹിക്കുന്നതിൻ്റെ കാരണം അവൻ കരുണാമയനായതുകൊണ്ടാണ്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. കരുണാമയനേ, കരുണാമയനേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വചനത്തിലേക്ക് വരാം. വചനം കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ടല്ലോ. റെവലേഷൻസ്, വെളിപ്പാട് 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവർ അവനെ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും. ആരെ? അവനെ എന്ന് പറഞ്ഞത് പിശാചിനെ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. 3 കാര്യങ്ങൾ. ഈ 3 കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ വിഷയം അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ഇങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ ഞാൻ അതിലേക്ക് കിടക്കാം. അവർ അവനെ, ആരെ? പിശാചിനെ. നമ്മുടെ ജീവിതത്തിൽ ജയോത്സവമായി നടക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം എന്താ? ഞാൻ വളരെ സ്നേഹിച്ച, ഞാൻ പ്രാണന തുല്യം സ്നേഹിച്ചൊരു മനുഷ്യൻ, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു മനുഷ്യൻ എന്നെ വഞ്ചിക്കുകയോ എന്നോട് പിണങ്ങുകയോ എനിക്കെതിരെ എന്തെങ്കിലും അപവാദം പറയുകയോ ചെയ്യുമ്പോൾ എനിക്കൊരു ആത്മീക നിലവാരമുള്ള മനുഷ്യനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ മനുഷ്യൻ്റെ കുഴപ്പമല്ല, ആ മനുഷ്യൻ്റെ അകത്ത് വന്ന പിശാചിൻ്റെ കുഴപ്പമാണ്. ഇതാ മനുഷ്യന് നിന്നോടുള്ള ശത്രുതയല്ല, ആ മനുഷ്യനിൽ വസിക്കുന്ന പിശാചിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളിങ്ങനെ എത്ര പേര് കണക്കാക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. ആ മനുഷ്യനെ നമ്മൾ പിന്നെയും സ്നേഹിക്കണം. വേണ്ടുന്നില്ല. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ.
അങ്ങനെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഈ പൈശാചികത ഒന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സകല പരാജയങ്ങളുടെയും കാരണം പൈശാചികൻ നമുക്ക് ശത്രുവായതുകൊണ്ടാണ്, മനുഷ്യർ നമുക്കെതിരായതുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ വീടിൻ്റെ അടുക്കളത്തോട്ടത്തിൻ്റെ അകത്ത് നടുന്ന ചെടി അത് കിളിർത്ത് വളർന്നു വരാത്തത് അയൽവക്കംകാരൻ ഇന്ന് കൂടോത്രം ചെയ്യുന്നത് കൊണ്ടാണ് നീ കരുതണ്ട. അവിടെ വളരാൻ ഇപ്പോൾ ദൈവം അനുവദിച്ചില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിച്ച അവിടെ അത്ഭുതകരമായ അതിനെ വളർത്താൻ ദൈവത്തിന് കഴിഞ്ഞു. ഞാൻ ഉദാഹരണങ്ങൾ പറയുകയാണ്. പലരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ പലരും അയൽവക്കത്തുള്ളവർ കൂടോത്രം ചെയ്തു, അവർ നിനക്ക് ശത്രുവാണ്, നിനക്കെതിരെ നേർച്ച കാഴ്ച. ഇതൊന്നും പറയണ്ട, ബിബ്ലിക്കലല്ല. ദൈവത്തിൻ്റെ വചനം സംഖ്യയുടെ പുസ്തകം 23:23 ആഭിചാരം, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കയില്ല. നീ ദൈവത്തിൻ്റെ പൊന്നോമന പൈതലാണ്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. പിന്നെ എന്തിനാ നീ തക്കാളി കഴുകുന്നത്? പ്രൈസ് ദി ലോർഡ്. കൊറോണ കാലത്ത് ചിലരുടെ പ്രധാനപ്പെട്ട ജോലി വീട്ടിലേക്ക് മേടിക്കുന്ന പച്ചക്കറിയെല്ലാം ഡെറ്റോൾ വെള്ളത്തിൻ്റെ അകത്ത് മുക്കി വെക്കുക, വീട്ടിലാരെങ്കിലും വന്നു കയറിയ സിറ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം ഡെറ്റോൾ കൊണ്ട് കഴുകുക. സ്ഥിരമായി കഴുകി പീലാത്തോസിനെ പോലെ ഒരു മാനസിക രോഗിയായവരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശക്തിയുടെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഇന്നും കഴുക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പീലാത്തോസ് എവിടെ വെള്ളം കണ്ടാലും അദ്ദേഹം വെള്ളം കൊണ്ട് കൈ കഴുകും. കാരണം ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഒരിക്കൽ പറഞ്ഞ് കൈ കഴുകിയതാണ്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദര, കൈകഴുക്ക് നിർത്ത്. ഈ മാനസിക പ്രശ്നങ്ങൾ മാറട്ടെ. ഞാനിവിടെ പറഞ്ഞു വരുന്ന വിഷയം, നിന്റെയും എൻ്റെയും ശത്രു മനുഷ്യനല്ല, പിശാചാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. ഈ റിയാലിറ്റി മനസ്സിലാക്കുന്നുണ്ടോ? ഇനി ആരാ ശത്രു? അതുകൊണ്ടാണ് നമുക്കിവിടെ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് വേണ്ടത്. വരുന്ന ആള് കുഴപ്പമില്ല, പക്ഷേ ആളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ശരിയല്ലെങ്കിൽ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്ക് കമ്പാരിറ്റീവ്ലി ലോവറായ ഒരഭിഷേകമുള്ളെങ്കിൽ വരുന്ന ആളുകളിൽ വ്യാപരിക്കുന്ന പൈശാചികതകൾ നിൻ്റെ മേൽ കുടഞ്ഞിടാനുള്ള സാധ്യതയുണ്ട്. മിണ്ടുന്നില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്കൊരു ഡെലിവറൻസ് ദൈവം തരാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോവുകയാണ്. അത്ഭുത മന്ത്രിയായ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. ദൈവം ഇടപെടാൻ പോവുകയാണ്. ഈ 3 കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ജയാളിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൈ ഉയർത്തിക്കേ. നിങ്ങളൊരു ഹിന്ദു ആകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, നാമമാത്ര ക്രിസ്തീയ ജീവിതം നയിക്കുന്ന മനുഷ്യനാകട്ടെ, പുറമേ ഭക്തനെന്ന് നടിക്കുമ്പോഴും അകത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിതത്തിൽ ദൈവമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യനാകട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു വിടുതൽ തരുവാൻ ഒരേ ഒരു മാർഗം, ക്രിസ്തുവിൽ ജയാളിയായി തീരാൻ ഒരേ ഒരു മാർഗം. ഒന്ന്, കുഞ്ഞാടിൻ്റെ രക്തം, ക്രൂശിൻ്റെ സന്ദേശം. ക്രൂശിൽ മരിച്ചവൻ്റെ ആ സന്ദേശം എന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം. കാൽവരി ക്രൂശിൽ ഒരുവൻ മരിച്ചു, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ മരിച്ചവൻ മുഖാന്തരം സകലവും ടെറ്റലസ്റ്റായി, നിവൃത്തിയായി എന്ന് ബൈബിൾ പറയുന്നു. ഇനി നിന്റെ രോഗത്തിന് വേണ്ടി നീ ഭാരപ്പെടേണ്ട, കാരണം അതിനുവേണ്ടി നിവൃത്തീകരണം കാൽവരി ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ എന്ത് നിവൃത്തിയായി? നീ നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം നിനക്ക് പകരക്കാരനായി ഒരുവനതാ മരിച്ചു. അവൻ്റെ മരണത്താൽ, അവൻ്റെ അനുസരണക്കേടിൻ്റെ അരൂപി വ്യാപരിച്ചു കൊണ്ടിരുന്ന മനുഷ്യരെ അനുസരണത്തിൻ്റെ ആത്മാവുള്ള ക്രിസ്തു അവൻ മുഖാന്തരം നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരുവൻ്റെ അനുസരണത്താൽ, ഒരുവൻ്റെ പാപത്താൽ മരണം ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ ഒരുവൻ്റെ അനുസരണത്താൽ നിത്യജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. ആ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും, പറഞ്ഞ കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശ് നിനക്ക് വേണ്ടി യേശു എന്ത് ചെയ്തു എന്ന് നീ അറിഞ്ഞിരിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? നിന്റെ പാപങ്ങൾ, എൻ്റെ പാപങ്ങൾ, ഇന്നലകളിലേതും ഇന്നുകളിലേക്കും നാളുകളിലെയും പാപങ്ങൾ അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. പകുതി ആശ്വാസമായോ? ഹല്ലേലൂയ. നിന്റെ പാരമ്പര്യമായി നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, നിന്റെ DNA-ക്കകത്ത് പോലും വ്യാപരിക്കുന്ന കോപത്തിൻ്റെ ശക്തികൾ, പാപത്തിൻ്റെ ശക്തികളെ അതിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തു മരക്കുരിശിൽ അവൻ ജയാളിയായി കടന്നു വന്നിരിക്കുകയാണ്. അവനിലേക്ക് നോക്കിയാൽ നിനക്ക് വിടുതൽ ഉറപ്പാണ്. മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയ അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടതുപോലെ പാപത്തിൻ്റെ വിഷദംശനമേറ്റ മനുഷ്യരാശിയെ രക്ഷിക്കാൻ കാൽവരി ക്രൂശിൽ ഇതാ ഒരുവൻ മഹായാഗമായി തീർന്നിരിക്കുന്നു. അവൻ്റെ പേര് യേശുവെന്നാണ്. ഉറക്കെ യേശുവെന്നൊന്ന് വിളിച്ചേ, നല്ലതുപോലെ വിളിച്ചേ. നിങ്ങൾക്ക് ഈ പ്രസംഗത്തിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ആ ഒഴുക്കിൽ നിങ്ങളിങ്ങനെ ഇരുന്ന് കുഴപ്പമില്ല ബ്രദറെ എന്ന് പറഞ്ഞിരുന്ന് ഉറങ്ങരുത്. പ്രൈസലോ. ഞാൻ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, കാൽവരി ക്രൂശിലെ മരണം നീ അതിനെ മനസ്സിലാക്കണം. ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാകുന്ന ഒരു സിമ്പിൾ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ. ഇത്ര വലിയ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒന്നും മനസ്സിലാകാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്.
അല്ലേ? ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടുത്തെ മതങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നിനോടൊന്നും ഒക്കുകയില്ല. നിങ്ങൾ നോക്കിയ ബൈബിളിലെ ഒരാശയവും തമ്മിൽ പൊരുത്തപ്പെടാത്തവയല്ല, എല്ലാം തമ്മിൽ കൂട്ടിയിണക്കി 40ഓളം എഴുത്തുകാർ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കാലങ്ങളിൽ, വിവിധ പ്രാദേശിക സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിയതാണെങ്കിലും ഇവ തമ്മിൽ ഒരു ചരിത്രകാരൻ, ഒരു ലേഖനകർത്താവ്, ഒരു ഗ്രന്ഥകാരൻ എഴുതിയതുപോലെ തമ്മിൽ ഒത്തിണങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ. യെശയ്യാവിൻ്റെ പുസ്തകം 34:16 തോന്നുന്നു വചനം പറയുന്നു, അവയിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. പറഞ്ഞ ഹല്ലേലൂയ. തമ്മിൽ അവ ചേർന്നതാണ്, തമ്മിലൊരു അലൈൻമെൻ്റ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു ദിവസം രാവിലെ മുതൽ പറയാൻ തുടങ്ങി അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ആദ്യം പറഞ്ഞതുമായി യാതൊരു ശക്തിയുടെ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം, കാൽവരി ക്രൂശിലെ യേശുവിൻ്റെ യാഗത്തിലേക്ക് നമ്മൾ നോക്കണം. കുഞ്ഞാടിൻ്റെ രക്തം, അത് മുഖാന്തരം നിനക്കുണ്ടായ നന്മയെന്താ? നിനക്ക് നിത്യജീവൻ, നിത്യരക്ഷ. നീ നരകക്കുഴി കിടക്കേണ്ടവനാ, പക്ഷേ അവൻ്റെ മരണം കൊണ്ട് നിനക്ക് വിടുതൽ കിട്ടിയിരിക്കുക. നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ മതി. നിന്നെയും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നു നമുക്കോ ദൈവശക്തിയുമാകുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന മനുഷ്യരിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. പറഞ്ഞ സാക്ഷ്യവചനം. ഞാൻ മുമ്പ് ചോദിച്ചില്ലേ, എത്രയോ ലക്ഷങ്ങൾ മുടക്കുള്ള അത്ഭുതങ്ങൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തില്ലേ? നമ്മൾ മിണ്ടാതിരിക്കരുത്, സാക്ഷ്യവചനം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സീക്രട്ട് ഏജൻസ് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇന്ത്യയുടെ സീക്രട്ട് ഏജൻസികളുണ്ട്. അതിൻ്റെ അകത്തൊക്കെ അതിൽ ഉൾപ്പെടുന്ന ചില സംഘടനകൾ, അതിൻ്റെ അകത്തെ വ്യക്തികളൊക്കെ കേരളത്തിൽ പാറമടയിലെ തൊഴിലാളികളൊക്കെ ആയിട്ട് വന്ന് ജീവിച്ചിട്ട് ഇവിടുത്തെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരങ്ങനെ രഹസ്യമായിട്ട് വേഷം മാറി വേഷപ്രച്ഛന്നരായി യാത്ര ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സീക്രട്ട് ഏജൻസ് ആയിട്ട് യേശുവിന് ഒരു സാക്ഷിയുമില്ല. യേശുവിൻ്റെ സാക്ഷികളെല്ലാം പബ്ലിക് സാക്ഷികളാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞു. ബ്രദറെ, ഞാൻ എൻ്റെ വീട്ടിൽ ബൈബിൾ സൂക്ഷിച്ചിട്ടുണ്ട്, ഞാൻ രഹസ്യമായി കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ രഹസ്യമായി ഉപവസിക്കാറുണ്ട്, ഞാൻ രഹസ്യമായി സുവിശേഷം ആരോട്? രഹസ്യമായി സുവിശേഷം പറയൂ. രഹസ്യമായി സാക്ഷ്യം പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരസ്യമല്ലേ? യേശുവിൻ്റെ ശിഷ്യന്മാർ, നമ്മൾ 2 ശിഷ്യന്മാരെ കുറിച്ച് അറിയാം. ഒന്ന് നിക്കോദീമോസ് യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ വന്നു. പക്ഷേ അവൻ മാനസാന്തരപ്പെട്ടെങ്കിലും അവൻ വീണ്ടും പഴയ ജോലിയുടെ മണ്ഡലത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒരിക്കൽ യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാർ ഉപേക്ഷിച്ചു പോയപ്പോൾ ഇവനും അരിമത്യക്കാരൻ യോസഫും പുറത്തു വരികയാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. യേശുവിന് സീക്രട്ട് ശിഷ്യന്മാരില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളും ഞാനും പരസ്യത്തിൽ യേശുവിനെ സാക്ഷീകരിക്കണം. എറണാകുളത്ത് നിന്ന് വന്ന ഡാനിക്കുട്ടൻ സ്നാനപ്പെടാൻ നേരി എന്നോട് പറഞ്ഞു, ഞാൻ പരസ്യമായി എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, പരസ്യത്തിൽ. കാരണം ഞാൻ ഇന്നലെ വരെ എൻ്റെ പാപം പരസ്യമായിരുന്നു. നിങ്ങളുടെയും എൻ്റെ പാപങ്ങൾ ഉണ്ടെന്നില്ല. നമ്മളോർത്ത് ആരും കണ്ടില്ലെന്ന, പക്ഷേ എല്ലാവരും കണ്ടു, എല്ലാവർക്കും അറിയാം. അത് പബ്ലിക്കാണ്. എത്ര രഹസ്യത്തിൽ ചെയ്താലും നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്നതെല്ലാം പുരയ്ക്ക് മുകളിൽ വിളിച്ചു പറയുന്ന സമയം വരുന്നു. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രഹസ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം നിർത്തണം കേട്ടോ. കാരണം നാളുകളിൽ പബ്ലിക്കാക്കുന്നതിന് മുമ്പ് അതിനെ മറയ്ക്കാൻ കഴിയുന്ന യേശുവിൻ്റെ രക്തം കൊണ്ട് നീ കഴുകൽ പ്രാപിച്ചാൽ നിന്റെ പാപം ഇരുചെവി അറിയാതെ ദൈവം ക്രൂശിൽ വെച്ച് പരിഹരിച്ചതിൻ്റെ റിസൾട്ട് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ വിതയ്ക്കുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാപിക്കണം. ഞാൻ ഗലാത്യലേഖനം 6:7 പറയുകയാണ്, അവനവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യേണ്ടി വരും. ദാവീദ് തൻ്റെ ജീവിതത്തിൽ രഹസ്യമായി പാപം വിതച്ചു, പാപം പരസ്യമാക്കപ്പെട്ടു. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഒരു പ്രവാചകനെ നിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് നീ കാര്യങ്ങൾ രഹസ്യത്തിൽ ദൈവവുമായി രമ്യതപ്പെടണം. നിൻ്റെ സഭയിൽ നീ അനാവശ്യമായി വീടുകളിൽ പോകരുത്, അനാവശ്യമായ സഭകളിലെ ആളുകളുമായി ബന്ധമുണ്ടാക്കരുത്, ദൈവികമല്ലാത്ത ഒരു കാഴ്ചപ്പാട് നിനക്കുണ്ടാകരുത്. നീ പോകുന്ന നിന്റെ നടപ്പും നിന്റെ എടുപ്പും നിന്റെ രഹസ്യ ബാന്ധവങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണുകൊണ്ടും നിന്റെ ചെവി കൊണ്ടും ചെയ്തു കൂട്ടുന്ന രഹസ്യ പാപങ്ങൾ പബ്ലിക്കാക്കുന്നതിന് മുമ്പ്, ഒരു പ്രവാചകൻ വന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ രമ്യതപ്പെട്ടാൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. കരമയത്തി ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് ഒരു പ്രധാനപ്പെട്ട ആൾ കേരളത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. നിൻ്റെ മടിയിൽ പാപമുണ്ടെങ്കിൽ നീ ഭയപ്പെടണം.
നിൻ്റെ മടി പാപമില്ലെങ്കിൽ നിനക്ക് കോംപ്രമൈസ് ഇല്ലാതെ സുവിശേഷം പ്രസംഗിക്കാം. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള സുവിശേഷമായിരിക്കരുത് നിൻ്റെ സുവിശേഷം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകണം. നമുക്കറിയില്ലല്ലോ ഈ ആത്മമണ്ഡലത്തിൽ രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും പറയുന്ന എത്ര പേര് നിത്യതയിൽ പോകും നമുക്കറിയില്ലല്ലോ. പോകണ്ടേ നിത്യതയിൽ പോകാൻ വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നേ. അവൻ വരുന്ന നാളിൽ എടുക്കപ്പെടണ്ടേ. എടുക്കപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? എന്നോടൊരു സഹോദരി പറഞ്ഞു, യഹൂദന്മാർക്ക് 2 അവസരം ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതെങ്കിലും മനുഷ്യന് മരണത്തിന് മുമ്പ് 2 അവസരം ദൈവം കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഒരൊറ്റ പ്രാവശ്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. യഹൂദന്മാർക്ക് 2 അവസരം കൊടുക്കുമെന്ന് ഏതോ ദൈവദാസൻ പ്രസംഗിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പറഞ്ഞ ഹല്ലേലൂയ. എല്ലാവർക്കും ഒറ്റ അവസരമേ ഉള്ളൂ. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ പോകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് കർത്താവ് മടങ്ങി വന്നാൽ പ്രിയപ്പെട്ട ദൈവദാസി, നീ ദൈവത്തോടു കൂടെ എടുക്കപ്പെടുമെന്ന് എന്തുറപ്പിലാണ് നീ ജീവിക്കുന്നത്? മധ്യാകാശത്തിൽ യേശു വരുമ്പോൾ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന പെട്ടെന്നീർ. പാട്ടുകാരനെ സപ്പോർട്ട് ചെയ്തു. അവിടെ മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും. ഒറ്റ ചോദ്യം ചോദിച്ചു, നിങ്ങൾ പിണങ്ങിപ്പോവല്ലേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണമെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ ഗംഭീര ശബ്ദം കേട്ടിട്ടുള്ളവർന്ന് കൈയുയർത്തി. കേട്ടവർ നുണ പറയരുത്. അപ്പോൾ എന്ത് ശബ്ദം കേൾക്കുമെന്നാണ് പറഞ്ഞ മധ്യാകാശത്ത് വരുമ്പോൾ? അപ്പോൾ ഈ ദിവസങ്ങളിൽ 3 ദിവസവും ഇമ്മീഡിയറ്റായിട്ട് ഉപവസിക്കണം. കാരണം നമ്മൾ ദൈവശബ്ദം കേൾക്കണം. കേൾക്കാത്ത ഒരുവൻ്റെ പുറകെ പോകാൻ പറ്റുമോ? നമ്മൾ മിണ്ടുന്നില്ല. തന്നെയല്ല, അവൻ്റെ ശബ്ദമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തേണ്ടത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, പ്രൈസ് ദി ലോർഡ്, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും. ദൈവത്തിൻ്റെ, ഞാൻ തിയോളജിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഛർദ്ദിച്ചു വിടുക എന്നതല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, നിന്നെ മധ്യാകാശത്തിൽ ചേർക്കാൻ വേണ്ടി വരുമ്പോൾ, പ്രാണപ്രിയൻ വരുമ്പോൾ നീ എടുക്കപ്പെടാൻ കഴിയണമെങ്കിൽ അവൻ്റെ ശബ്ദം കേൾക്കണം. പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കർത്താവിൻ്റെ ഗംഭീരനാദത്തോടും. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാമം ആകാശമധ്യത്തിൽ വെച്ച് അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടുമെന്ന് വചനം പറയുന്നു. അവൻ്റെ ശബ്ദം കേൾക്കാതെ. യോഹന്നാൻ 10:27 എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ഇത് വല്ല മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ 10:27 യേശു എന്താ പറഞ്ഞേ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഒരു മനുഷ്യൻ നന്നായിട്ട് സുവിശേഷ പ്രഭാഷണം നടത്തി ആളുകളെല്ലാം പ്രസംഗത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഏറ്റവും അവസാനം ഒരു പാവപ്പെട്ട മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം 23 വായിച്ചു. 23 ഉപജീവിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ പ്രസംഗിച്ചത്. കയ്യടി കിട്ടി. മറ്റേ ആൾ പാടിയപ്പോൾ അല്ലെങ്കിൽ അതിനെ പറഞ്ഞപ്പോൾ ജനമിരുന്ന് കരയാൻ തുടങ്ങി. ഈ മനുഷ്യൻ ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? ഞാൻ പ്രസംഗിക്കുമ്പോൾ കയ്യടി കിട്ടുന്നുണ്ട്, പക്ഷേ ജനം കരയുന്നില്ല. മറ്റേ ആൾ ഇറങ്ങി നിന്ന് അത് വായിക്കുമ്പോൾ ജനം കരയുകയാണ്. ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇടയനെ പറ്റി അറിയാം, പക്ഷേ ഈ മനുഷ്യന് ഇടയനെ അറിയാം. നിങ്ങൾ മിണ്ടുന്നില്ല. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരികിൽ ഭയന്നൊരു നിമിഷവും ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാൻ ഇടയാവുകില്ല. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാൻ ഇടയാവുകില്ല. ജയാളിയാകാൻ 3 കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടെ. 1, കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി. അപ്പോൾ യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൻ്റെ മിസ്റ്ററി എല്ലാം അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്കറിയാം? ആ ബ്രദറെ, ദുഃഖവെള്ളിയാഴ്ച മരിക്കുമെന്നും പിന്നെ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഒരു കല്ലറയുണ്ട്, കല്ലറയ്ക്കകത്ത് യേശുവിൻ്റെ ശരീരം പോലെ ഒരു രൂപം കൊണ്ട് വെക്കുമെന്നും പിന്നെ ഞായറാഴ്ച ഒരു വെളുപ്പിന് 12 മണിയാകുമ്പം ഞങ്ങളവിടെ പിന്നെ ഇത് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിൻ്റെ രൂപം കൊണ്ട് വെച്ച് ഞങ്ങൾ ആരാധിക്കുമെന്നും ഇത്രയും അറിയാം ഞങ്ങൾക്ക്. അത്രയും നീ അറിഞ്ഞതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇന്നും ശരിക്കും വിടുതൽ കിട്ടാത്തത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, യേശുവിനെക്കുറിച്ചുള്ള നിൻ്റെ കാഴ്ചപ്പാട് വികലമാകുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ വിടുതലുകളും വികലമായി മാറുകയാണ്.
വെളിപ്പാട് പുസ്തകം എഴുതിയ ഗ്രന്ഥകാരൻ എഴുതിയത്, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 പൊൻനിലവിളക്കുകൾ നടുവിൽ നിൽക്കുന്നവൻ, 7 നക്ഷത്രങ്ങൾ കയ്യിൽ പിടിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. വെള്ളോട്ടിൽ സദൃശമായ കാലുകളുള്ളവൻ, ഹിമത്തോളം വെണ്മയുള്ള തലമുടിയുള്ളവൻ, അവൻ്റെ വായിൽ നിന്ന് ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ്റെ കണ്ണ് ഏതു സൂര്യനേക്കാൾ വെട്ടിത്തിളങ്ങുന്ന തേജോമയമായ കണ്ണുകളാണ്. അവൻ്റെ ആ കാഴ്ചപ്പാടാണ് യോഹന്നാനെ അന്ത്യം വരെ ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ ഇടവരുത്തിയത്, തേജസ്സോടെ ശുശ്രൂഷ ചെയ്യാൻ ഇടവരുത്തിയത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതിനു മുമ്പ് മരിച്ചുപോയ ഭക്തന്മാരെക്കാൾ ദീർഘായുസ് കൊടുത്തു ഈ മനുഷ്യനെ ദൈവം നിർത്തി. പാത്മോസിൻ്റെ ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ദൈവിക വെളിപ്പാടിൻ്റെ പുതിയ അന്തസത്തകൾ മനുഷ്യന് മനസ്സിലായി. ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച് എഴുതി വെച്ചു. 7 നിലവിളക്കിൻ്റെ നിലവിളക്കുകളുടെ നടുവിൽ 7 പൊൻനിലവിളക്കുകൾ 7 സഭയാണ്. നക്ഷത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നത് 7 സഭകളുടെ ദൂതന്മാരാണ്. കർത്താവിൻ്റെ ദാസനെ കർത്താവ് കൈകളിലെടുത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ, താഴെ വെച്ചാൽ എപ്പോൾ അറ്റാക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ മതി. മുകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം മുകളിൽ നിന്നാലേ ഒരു കമാൻഡിങ് പൊസിഷൻ കിട്ടുകയുള്ളൂ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം തൻ്റെ സഭയുടെ ദൂതൻ, അത് 10 പേരുള്ള സഭയുടേതാകട്ടെ, 1000 ആകട്ടെ, 10,000 ആകട്ടെ, ഒരു സഭയുടെ ദൂതനെ ദൈവം തൻ്റെ കൈവെള്ളയ്ക്കകത്ത് സൂക്ഷിച്ചിരിക്കുക. കാരണം താഴെ വെച്ചാൽ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പൈശാചിക ശക്തികൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വിളിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് രത്നച്ചുരുക്കമായി പറയട്ടെ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും, 2 തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും. എങ്ങനെയാണ് പിശാചിനെ ജയിക്കുന്നത്? ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാണ്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചവനാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാ, ഞാനൊരിക്കലും മഹാബലിയെ ആരാധിക്കാൻ വേണ്ടി വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തിരുന്ന് രാവിലെ പുല്ല് ചെത്തുകയാണ്. പള്ളിയിൽ പോകേണ്ട സമയമാണ്. പുല്ല് ചെത്തുക. ഞാൻ ചോദിച്ചു, എന്തിനാ ഇവിടെ ഇരുന്ന് പുല്ല് ചെത്തുന്നേ? മനസ്സിലായോ? അപ്പം നിങ്ങൾ മിണ്ടുന്നില്ല. ആര് വരാൻ പോവാന്നാ പറഞ്ഞേ? പുള്ളി വരാൻ പോവാ. പുള്ളി വരുമ്പോൾ പുള്ളിയെ എതിരേക്കാൻ വേണ്ടി പള്ളിയിൽ പോലും പോകാതെ വീട്ടിൽ നിന്ന് പുല്ല് പറിക്കുകയാണ്. ക്രിസ്ത്യാനി, നിന്നെ പുല്ല് പറിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഞായറാഴ്ചകളിൽ ഉയർപ്പിന്റെ ഘോഷവുമായി നിന്റെ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നിന്നെ ഉയർത്തിയത്. ദൈവവചനം എന്താ പറഞ്ഞേ? പുറപ്പാട് പുസ്തകത്തിൽ തൻ്റെ ജനത്തെ വിടുവിപ്പാൻ വേണ്ടി ദൈവം മോശയെ അയക്കുമ്പോൾ മോശയിലൂടെ ദൈവം അരുളി ചെയ്തത്, എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കുക. നിനക്കൊരു വിടുതൽ തന്നത് അവനെ ആരാധിക്കാൻ വേണ്ടിയാ. അപ്പോൾ 1 കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ട്, 2 സാക്ഷ്യവചന ഹേതുവായിട്ട്. പറഞ്ഞ സാക്ഷ്യവചനം. നീ നിൻ്റെ ജീവിതത്തിൽ ജയിക്കാൻ പോകുന്നത് നീ കർത്താവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യവചനമാണ്. നിൻ്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും നീ പറയണം ഒരു സാക്ഷ്യവചനം, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിനക്ക് ജയാളിയായി തീരാൻ കഴിയും. നീ ഇന്നലകളിൽ പരാജയപ്പെട്ടത് നിനക്ക് ജീവിതത്തിൽ ജയത്തിലേക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ നീ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പറയണം. ഞാൻ മരിക്കേണ്ടവനായിരുന്നു, എന്നാൽ ഞാൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു, കാരണം എൻ്റെ യേശു എന്ന് ജീവിക്കുന്നു. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിക്കുക. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ചുരുക്കാം. മരണപര്യന്തം തങ്ങളെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇന്ന് പലരും സ്നേഹിക്കുന്നത് പ്രാണനെയാണ്. പ്രാണൻ എന്ന് പറയുന്ന ആത്മാവല്ല. ആത്മാവ്, പ്രാണൻ, ദേഹം. ഈ പ്രാണൻ പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആത്മീയ മണ്ഡലത്തിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ചയെ പ്രസംഗിച്ചതുപോലെ അത്യാവശ്യം പ്രസംഗത്തിൻ്റെ പാഠവുമുണ്ടെങ്കിൽ ഈ ആഴ്ചയെ പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ പ്രാണൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. കഴിഞ്ഞ പ്രാവശ്യം പാടിയതുപോലെ പാടാൻ കഴിയുമായിരിക്കും, പക്ഷെ പ്രാണൻ പോയി കിടക്കുകയായിരിക്കാം. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ പ്രാണൻ നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നു. ആത്മാവ് നഷ്ടമായാലെന്നല്ല പറഞ്ഞു, സോൾ എന്നാണ് ഉപയോഗിക്കുന്നത്. തൻ്റെ പ്രാണൻ. എങ്ങനെയാണ് പ്രാണൻ പോകുന്നത്? നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് വളരെ വിപ്ലവ വീര്യത്തോടെ പ്രസംഗിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ പാടും, നിങ്ങൾ ആരാധനയെ സംബന്ധിക്കും, മടങ്ങിപ്പോകും. പക്ഷെ വീട്ടിൽ ചെന്നതിന് ശേഷം മനോരമ പേപ്പർ, മനോരമ ചാനൽ, ദീപിക പത്രം, മാതൃഭൂമി ന്യൂസ്, അങ്ങനത്തെ ഒരുപാട് ചാനലുകളുമായി ബന്ധപ്പെട്ട കാര്യം, ലോകപരമായ കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രാണൻ പോയി കിടക്കുകയാണ്. നിങ്ങൾക്ക് വല്ല മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി എരിവോടെ നിൽക്കുന്നവനെയാണ് ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ചൂടോ തണുപ്പോ ഉള്ളവനല്ല എന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ പ്രാണൻ പോയവരുടെ ലക്ഷണം എന്താ? പ്രസംഗിക്കുമായിരിക്കും, പക്ഷെ പണ്ടത്തെ തീയില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രാർത്ഥിക്കുമായിരിക്കും, പക്ഷെ പണ്ടത്തെ തീയില്ല. തീ നഷ്ടപ്പെട്ടു പോയവർ സൂക്ഷിക്കണം. 1 തെസ്സലോനിക്കർ 5:19 പറയുന്നത് ആത്മാവിനെ കെടുത്തു കളയരുത് എന്നാണ്.
ആത്മാവ് ഒരു തീയാണ്. ഇരമ്യ 23:29 എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും തീ പോലെയും ഇരിക്കും, അല്ലേ? എബ്രായലേഖനം 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവർ ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ കെടുത്തിക്കളയരുത്. ഒരുവന്റെ ഉള്ളിൽ തേജോമയനായ ദൈവം വസിക്കുന്നുവെന്ന് എങ്ങനെ അറിയും? അവന് കത്താതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. അവനെ വിറക് ആരെങ്കിലും അടുക്കി ഇട്ടാലും ഇട്ടില്ലെങ്കിലും അവൻ കർത്താവിന് വേണ്ടി കത്തിക്കൊണ്ടേയിരിക്കും. അവൻ്റെ ജീവിതം വരെ കത്താൻ കഴിയുന്ന ഒരു കൺസ്യൂമിങ് ഫയർ അവൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എത്ര പേർക്ക് തീ വേണം? ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉപവാസത്തിലേക്ക് പങ്കെടുക്കാൻ വാ. ഈ തീയുമായി ദൈവം സ്റ്റോക്കുണ്ട് കേട്ടോ, തീർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്റ്റോക്കുണ്ട്. യുണീക്കായ ഫയർ ഓരോരുത്തരുടെ മേൽ പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന പോലെ പതിയുവാൻ സ്വർഗം ഒരു തീ സൂക്ഷിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു തീയുണ്ട്, അത് നീ പ്രാപിക്കണം. യുണീക്ക് ഫയർ ആണത്. ഞാൻ സന്ദേശം നിർത്തട്ടെ. എല്ലാം പ്രസംഗിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് പ്രസംഗിച്ച് മാനസാന്തരപ്പെടുത്താമെന്നും നമുക്ക് പറ്റില്ലല്ലോ. കേട്ട വചനം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുള്ള ദൈവത്തിൻ്റെ ആലോചന അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ജയോത്സവമായിരിക്കും. നമുക്ക് ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം.